ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ അതൊന്നും ചെയ്യില്ല. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളെ ഒരു പോളിഷ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റെപ്പ് നിങ്ങളിപ്പോ പഠിച്ചൊരു ലെവലിൽ എത്തിയിട്ടുണ്ട് ആൻഡ് യു ആർ വെയിറ്റിംഗ് ഫോർ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഫൈനൽ ലെവൽ പോളിഷിംഗ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫൈനൽ ലെവൽ പോളിഷിംഗിൽ എനിക്ക് നിങ്ങൾ ഒരു 5 മിനിറ്റ്സിന്റെ ഒരു ആവശ്യമുണ്ട് in order to explain or in order to tell you some important things about the examination. Okay, first of all നിങ്ങൾ ഇതിനെ ഒരു ഭയങ്കര ഒരു കഠിനമായിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആയിട്ട് നിങ്ങൾ ആരും കരുതേണ്ട കാര്യമില്ല. എല്ലാവരും പ്ലസ് ടു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കഴിഞ്ഞ് വന്നവർ തന്നെയായിരിക്കും. പലരും ചിലപ്പോൾ ഡിഗ്രി ഉണ്ടാവാം, പക്ഷെ ഇപ്പോൾ നമുക്ക് റീസെന്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഡിഗ്രിക്കാർക്ക് നിശ്ചിത പെർസെന്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ തേടേണ്ടതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്ലസ് ടുക്കാരാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ നിങ്ങൾ ആ ഒരു ലെവലിൽ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ, പ്ലസ് ടു വരെ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് യു ആർ എൻറ്ററിങ് ഇൻ ടു ആൻ പ്രൊഫഷണൽ സ്റ്റഡീസ്. ഓക്കെ, ആ ഒരു സ്റ്റേജ് ആണ് ഇവിടെ. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണൽ ക്യാപ്പബിലിറ്റി, ഒരു പ്രൊഫഷണൽ സ്റ്റഡീസിലേക്ക് നിങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ ക്യാപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് മാത്രമേ ഇതുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഹെർക്കുലിനായിട്ട് നമ്മുടെ കാറ്റ് പോലത്തെയോ, അല്ലെങ്കിൽ കാറ്റ് മീൻസ് IIM-ന്റെ കാറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ LLB-ന്റെ സീലാറ്റ് എക്സാമിനേഷൻ പോലെയോ, അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു വല്ലാതെ ഭയങ്കര ഒരു വൈഡ് റേഞ്ചിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം കോംപ്ലക്സിറ്റി ഉള്ളതോ പിന്നെ അതേപോലെ തന്നെ ഇത്രയും ഒരു കാലയളവായിട്ട് നടക്കുന്ന ഒരു എക്സാമിനേഷൻ ഒന്നുമില്ല. കഴിഞ്ഞ വർഷം ആദ്യത്തെ അറ്റംപ്റ്റ് ഐ തിങ്ക് ദാറ്റ് ഇൻ ഓഗസ്റ്റിൽ ഒരു ഫസ്റ്റ് എക്സാമിനേഷൻ അവർ കണ്ടക്ട് ചെയ്തു. പിന്നീട് ഒരു 2-3 ടെസ്റ്റും കൂടിയിട്ട് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഒരു ചെറിയൊരു ഒരു ടെനറിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു എക്സാമിനേഷൻ സ്കീമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് ആണ് 4 സബ്ജക്റ്റിലും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, മറ്റൊരു CA ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, CMA ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിലബസും അപ്രോച്ചുമാണ് ഇവിടെ നമുക്ക് ICSI കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, കാരണം 4 വ്യത്യസ്ത ആംഗിളിലുള്ള പേപ്പേഴ്സ് ആണ്. ഫസ്റ്റ് പേപ്പർ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, അവിടെ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഇതും നിങ്ങളുടെ പ്രാവീണ്യവും, അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ സ്മാർട്ട് ഇനഫ് ടു ഡീൽ വിത്ത് കമ്മ്യൂണിക്കേഷൻ ആസ്പെക്ട് അതും. സെക്കൻഡ് പേപ്പറിലാണെങ്കിൽ ലോയും അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള റീസണിങ്, മാത്തമാറ്റിക്സ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും അതേപോലെ തന്നെ റീസണിങ് എബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരിതും. തേർഡ് പേപ്പറിൽ നിങ്ങൾ എക്കണോമിക്സ്, ഓക്കെ, നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന അതേ എക്കണോമിക്സ് തന്നെയാണ്. ഫോർത്ത് പേപ്പറിൽ നമുക്ക് കറണ്ട് അഫയേഴ്സും അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ വൈവ ആസ്പെക്റ്റും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള പേപ്പേഴ്സ് ആണ്, 4 വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ബട്ട് വൺ തിങ് ഐ വിൽ ടെൽ യു, ദിസ് ഇസ് വെരി ഈസി. ഓക്കെ, ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. അതേപോലെ തന്നെ അതിനെ ഒരു വല്ലാത്തൊരു ലെവലിൽ നിങ്ങൾ കാണാൻ വേണ്ടി നിൽക്കണ്ട. ഒരു പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങളിലേക്ക് പോകുന്ന ഒരു സാധാരണ ഒരു പരീക്ഷ പോലെ നിങ്ങൾ ചെന്നിട്ട് അത് എഴുതുക. ഓക്കെ, അനദർ തിങ് ഇസ് ദാറ്റ് വേറൊരു കംഫർട്ട്നെസ് അല്ലാന്നുണ്ടെങ്കിൽ ചിലവർക്ക് അത് കംഫർട്ട്നെസ് ആണ്, ചില ആളുകൾക്ക് അത് കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യമാണ് സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പരീക്ഷ എഴുതുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഒരു ലെവൽ വരെ വളരെ സിമ്പിൾ ആണ്, കാരണം നമ്മൾ ഇരിക്കുന്ന സെയിം അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ എക്സാമിനേഷൻ എഴുതുന്നത്. അപ്പൊ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുന്ന അതേ ലാഘവത്തിൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളെ ടെക്നിക്കൽ പാർട്ടൊക്കെ നിങ്ങൾ എപ്പോഴും പക്കയാക്കിയിട്ട് വെക്കുക. അതായത് നിങ്ങളെ സിസ്റ്റം അതിലത്തെ ബ്രൗസർ ആണെന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ അപ്ഡേറ്റ് ഒക്കെ ചെയ്തു വെച്ച് അവർ കണ്ടക്ട് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇതിൽ നിങ്ങൾ വേറെ ഒരു രീതിയിലുള്ള ഒരു മാൽ പ്രാക്ടീസസും നടത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒന്നും ആവശ്യമില്ല. മാൽ പ്രാക്ടീസസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ പാസ്സായി പോകും. ഇതിൻ്റെ അകത്ത് റാങ്കിങ് ഇല്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് 200-ൽ 200 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും ഒക്കെ ഒരേ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽ പ്രാക്ടീസസും അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ടിരിക്കുക. ബി കൂൾ, വരുന്നത് പോലെ വരട്ടെ. യുവർ പ്രിപ്പറേഷൻ, നിങ്ങൾ ഈ സമയം വരെ എന്ത് പ്രിപ്പയർ ചെയ്തോ അതിന് ഇനി റെപ്പിറ്റേറ്റീവ് ആയിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാതെ പുതിയ ഒരു കാര്യവും പഠിക്കാതിരിക്കുക. ഇതാണ് നിങ്ങൾ ഈ വീക്കിലേക്ക് ചെയ്യേണ്ട കാര്യം. പിന്നെ വെറുതെ ആലോചിച്ച് മനസ്സിനെ നിങ്ങൾ വിഷമിപ്പിക്കുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഒരു പിന്നെ അയ്യോ ഇത് ഞാൻ എങ്ങനെ എഴുതും ആ ഒരു ടെൻഷൻ ഒന്നും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ തീരെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സാം എഴുതി പാസ്സാവാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡാണ് ഇവിടുത്തെ ശരിക്കത്തെ ഡയറക്ടർ. ഓക്കെ,
മൈൻഡാണ് ശരിക്കും നിങ്ങൾക്ക് തരുന്ന ഡയറക്ഷൻ തരുന്നത്. സോ ഇറ്റ് ഈസ് യുവർ ഡയറക്ടർ. അപ്പൊ നിങ്ങൾ മൈൻഡ് ഫ്രീ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ മുന്നിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ നിങ്ങൾ മൈൻഡ് ഫ്രീ ആയിരുന്നുണ്ടെങ്കിൽ പല ഉത്തരങ്ങളും നിങ്ങൾക്ക് തന്നെ കിട്ടും. നിങ്ങൾ ഒന്നും ഇൻവെന്റ് ചെയ്യേണ്ട കാര്യമില്ല അതിന്റെ ഉള്ളിൽ. തരുന്ന 4 ഓപ്ഷനിൽ ചൂസ് ചെയ്യുക മാത്രമാണ് നിങ്ങളുടെ ഒരിത്. ആ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ അതേപോലെ തന്നെ അത്രയും പക്കയായിട്ടുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനെയും നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക് വർക്കുകൾ ഇതിൽ ചെയ്തു വെക്കേണ്ടത്. ഓക്കെ, ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്ത് വെക്കണം. ഇനി എക്സാമിനേഷൻ എഴുതുന്നതിനെ കുറിച്ചിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, ഒരുപാട് വെച്ചാൽ ഒരുപാട്. ഈവൻ സിവിൽ സർവീസിന്റെ പ്രിലിമിനറി ഒക്കെ 2 തവണ ഞാൻ ക്വാളിഫൈ ചെയ്തതായിരുന്നു. 2 തവണ ഞാൻ മെയിൻസും എഴുതിയിട്ടുള്ള ആളാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ അവർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു മിക്സ്ചർ ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് സെറ്റ് ചെയ്യുന്നത്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് എപ്പോഴും മിക്സ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അതിൽ തരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സെറ്റ് എടുത്തു, സപ്പോസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എടുത്തു അല്ലെങ്കിൽ എക്കണോമിക്സ് എടുത്തു, അതിൻ്റെ അകത്ത് ഭയങ്കര ടഫായി പോയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി, നോ ഇഷ്യൂ, ലെറ്റ് ഇറ്റ് ബി. അത് ചിലപ്പോ അങ്ങനെ പലതും ഉണ്ടാവും, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ അകത്ത് എന്തായാലും കാണും. മൊത്തം ടഫായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവർ ഇറക്കില്ല. ഓക്കെ, അപ്പോൾ അതിൽ എനിക്ക് തരാനുള്ള ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കയറി പേപ്പർ 4 ഒന്നും ആദ്യം കയറി അറ്റംപ്റ്റ് ചെയ്തേക്കരുത്. എന്താണെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് നമുക്ക് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. ഈവൻ ഞങ്ങൾക്ക് തന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആക്സസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെ വന്നു എന്തൊക്കെ വന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. വലിയൊരു വാസ്റ്റ് ഏരിയ തന്നിട്ട് അതിൽ നിന്നൊരു 15 ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കേണ്ട പേഴ്സിന്റെ അകത്ത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പേപ്പർ 4 ഒന്നും ആദ്യം കയറിയിട്ട് അറ്റംപ്റ്റ് ചെയ്യരുത്. ഇഫ് യു ആർ ഗുഡ് ഇൻ ലോ ഓർ ഇഫ് യു ആർ ഗുഡ് ഇൻ എക്കണോമിക്സ്, സ്റ്റാർട്ട് വിത്ത് 3. ഓക്കെ, അങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് നിങ്ങൾ പോവുക. ഇനിയിപ്പോൾ അഥവാ തന്നെ ഇനി വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒന്നെടുത്ത് ചെയ്യാൻ നിന്നു എന്നുണ്ടെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ടഫ് ആണെന്ന് വെച്ചിട്ട് ഒരിക്കലും പാനിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് എളുപ്പമുള്ളത് അതിൻ്റെ അകത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ 50% മാർക്കേ വേണ്ടൂ, ഓരോ പേപ്പറിലും 40% മാർക്കേ വേണ്ടൂ. അത് മനസ്സിൻ്റെ അകത്ത് ആദ്യം വെക്കുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആവാനല്ല നോക്കുന്നത്, കാരണം അങ്ങനത്തെ ഒരു സാധനം ഇതിൻ്റെ അകത്ത് ഇല്ല. ദിസ് ഇസ് ജസ്റ്റ് എ ക്വാളിഫയിങ് നാച്ചുറൽ എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് 100 കിട്ടിയാലും 200 കിട്ടിയാലും നിങ്ങൾക്ക് ഒരേ ഗുണമാണ് ഇതിൻ്റെ അകത്തേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ റേദർ ദാൻ സ്കോറിംഗ് 100% മാർക്ക്, ട്രൈ ടു ക്ലിയർ ദ എക്സാമിനേഷൻ. അതായിരിക്കണം നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഓർ ടാർഗറ്റ് എന്ന് നമ്മൾ പറയേണ്ടത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ജനറലി തരാനുള്ളത്. ജനറലി എനിക്കൊരു അവയർനെസ് നിങ്ങൾക്ക് തരാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ അറ്റ് ലാസ്റ്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, ചോദിക്കാം. ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ, ഞാൻ കുറച്ച് അതിൽ പുറകിലായിട്ടാണ്. അതായത് സാർ ലാപ്ടോപ്പ് ഇപ്പൊ എനിക്ക് പല കോളുകൾ വരാറുണ്ട് പരീക്ഷൻ്റെ അന്നൊക്കെ. സാർ സിസ്റ്റം കണക്ട് ആവുന്നില്ല, അങ്ങനെ ആവുന്നില്ലെങ്കിൽ അതിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങളുടെ അതിന് വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ബാക്കി ഇരിക്കുന്ന സിലബസ് വൈസ്, സബ്ജക്ട് വൈസ്, അല്ലാന്നുണ്ടെങ്കിൽ മെന്റലി നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഞാൻ എന്തായാലും ആ ഒരു രീതിയിൽ നിങ്ങളെ എല്ലാ രീതിയിലും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ടുഡേ ഐ ആം വിത്ത് യു ഫോർ പേപ്പർ 1. ഓക്കെ, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ബിസിനസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ദിസ് ഇസ് എ ലോട്ടറി പേപ്പർ. എന്താ കാര്യം എന്ന് പറയാൻ പറ്റുമോ? ബിസിനസ് കമ്മ്യൂണിക്കേഷനെ നമ്മൾ CSET ലോട്ടറി പേപ്പർ എന്നാണ് വിളിക്കപ്പെടുന്നത്. വൈ ഇറ്റ് ഈസ് സോ? എന്തുകൊണ്ടാണ് ലോട്ടറി പേപ്പർ എന്ന് പറയുന്നത്? പറയൂ നീ പറയൂ. ഇന്ററാക്ട് ചെയ്യൂ, നല്ല നമുക്ക് ആ ഒരു ഇതിലേക്ക് വരത്തുള്ളൂ. പറയൂ, എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ലോട്ടറി പേപ്പർ എന്ന് വിളിക്കുന്നത്? ബിസിനസ് കമ്മ്യൂണിക്കേഷനെ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ലോട്ടറി പേപ്പർ എന്ന് വിളിക്കുന്നത്? പറയാൻ പറ്റുമോ? ഡു യു നോ ദ റീസൺ? ബിക്കോസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തികച്ചും 50 മാർക്സ് അല്ല ഉണ്ടാക്കി തരുന്നത്. ഈ പേപ്പർ 80 മാർക്സ് നിങ്ങൾക്ക് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി തരും. ഹൗ? ഡു യു നോ ഹൗ? ബിക്കോസ് നിങ്ങൾക്കറിയാം പേപ്പർ 4
ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഇവയ്ക്ക് എന്ന് പറഞ്ഞാലോ ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ പേപ്പർ നിങ്ങൾ നല്ലോണം നോക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈവ MCQs സിമ്പിൾ ആണ്. കാരണം വൈവേഗിന്റെ അകത്ത് നിങ്ങളെ ചെക്ക് ചെയ്യുന്ന റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, ലിസണിങ് സ്കില്ല്, നിങ്ങളുടെ ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളെ ലിസണിങ് സ്കില്ലുമാണ് ആക്ച്വലി അതിൻ്റെ അകത്ത് കൂടുതലായിട്ടും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു പാർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പേപ്പർ വായിച്ച് നിങ്ങൾ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ അറൌണ്ട് നിങ്ങളുടെ 200 മാർക്കിന്റെ 80 മാർക്ക് ഓക്കെ 80 ഔട്ട് ഓഫ് 200 നിങ്ങൾക്ക് എന്തിൽ കിട്ടും? അറൌണ്ട് 40% മാർക്ക് നിങ്ങൾക്ക് ഈ പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമ്മുടെ വേറൊരു കാര്യം പറയാനുള്ളത്, യു മസ്റ്റ് ഗോ ത്രൂ CSET ബുള്ളറ്റിൻ. ഓക്കെ, റീസെന്റ് ആയിട്ടുള്ള ഒരു 4-5 CSET ബുള്ളറ്റിൻസ് നമ്മൾ ICSI വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. CSET ബുള്ളറ്റിൻ എല്ലാ സബ്ജക്റ്റിന്റെയും നോക്കുക. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. അപ്പൊ ഒരു കഴിഞ്ഞ ഒരു 10 ലക്കങ്ങളൊക്കെ 10 വോളിയംസ് 10 മന്ത്ലി വോളിയംസുകൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിലും ഒരു 100 ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടും. അപ്പൊ അതൊരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ചിലപ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതേ രീതിയിലേക്ക് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ICSIയുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വൈവ വോയിസിന്റെ MCQന്റെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ICSI വെബ്സൈറ്റിൽ 5 എണ്ണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട്. അതും ചെയ്യുക. ലൈവായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇപ്പോൾ ഒരു ടെസ്റ്റും കൂടിയിട്ട് നടത്തും, പരീക്ഷയ്ക്ക് മുമ്പായി ഒരു ടെസ്റ്റ് നടത്തും. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ റേദർ ദാൻ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പറയാൻ, ഐ വിൽ കൺക്ലൂഡ്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിക്കുന്ന ഒരു ആസ്പെക്റ്റിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പ്രിപ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്നിട്ട് പഠിക്കുന്നതിനെ അല്ല, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയലിനെ കുറെ ഇരുന്നിട്ട് വായിക്കുന്നതല്ല പ്രിപ്പറേഷൻ. ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്താവുക, പ്രിപ്പയർഡ് ആവുക. ഒരു ട്രാവലിന് നമ്മൾ റെഡി ആവുക അല്ലെങ്കിൽ പ്രിപ്പയർ ആവുക എന്ന് വെച്ചാൽ എന്താ, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നടത്തുകയാണ്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതാനുള്ള ഒരുക്കങ്ങളാണ് ആദ്യം ഇവിടെ നടത്തേണ്ടത്. ഓക്കെ, അപ്പൊ എക്സാം എഴുതാനുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ നടത്തുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് മെല്ലെ നമ്മുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മെറ്റീരിയൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് മെറ്റീരിയൽ, ആ മെറ്റീരിയൽ നിങ്ങൾ ഒരു റെഡി റിവിഷന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഓക്കെ, റെഡി റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ 212 പേജസ് ഉള്ള നിങ്ങളെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് ICSI തന്നിരിക്കുന്ന. ആ 212 പേജസ് ഉള്ള സ്റ്റഡി മെറ്റീരിയലിനെ ഞാൻ ക്രിസ്പ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഡേയിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിക്കാൻ പാകത്തിൽ ആക്കിയ ഒരു മെറ്റീരിയലാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു 30 പേജസ് 28 പേജസിലാണ് 28 പേജസിൽ എൻ്റെ ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ ടോപ്പിക്കിനെ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ ഒക്കെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ നമ്മുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ടോപ്പിക് മുഴുവനായിട്ടും നിങ്ങൾക്ക് ഈ 28 പേജസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം മസ്റ്റായിട്ടും പിന്നെ ഈ മെറ്റീരിയൽ ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കുക. ക്ലാസ് വളരെ ക്ലീൻ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സിന് ശേഷം ചോദിക്കുക. ഓക്കെ, വൺസ് നമ്മൾ ഈ മെറ്റീരിയൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ചോദിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണയും കൂടി ഈ മെറ്റീരിയൽ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ CSET ബുള്ളറ്റിൻസ് നോക്കുക. അതിലുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞ ഒരു 8-10 മാസത്തിന്റെ CSET ബുള്ളറ്റിൻ നോക്കുക. അപ്പൊ ഒരു 100 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതലായിട്ടൊന്നും ഈ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. ബിസിനസ് കമ്മ്യൂണിക്കേഷനെ നമുക്ക് ആക്ച്വലി രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാമർ പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ പാർട്ട്. ഓക്കെ, അതിൽ പല ആളുകളും മുമ്പുള്ള പല ക്ലാസ്സിലും എന്നോട് പല സ്റ്റുഡൻസും കൺസേൺ പറഞ്ഞിട്ടുണ്ട്, സർ ഐ ആം വെരി ബാഡ് ഇൻ ഗ്രാമർ. ഓക്കെ, ഞാൻ ഗ്രാമറിൽ ഭയങ്കര മോശമാണ് സാർ, ഞാൻ പണ്ടത് മര്യാദയ്ക്ക് പഠിച്ചില്ല, എന്നെ കൊണ്ട് ഇപ്പൊ അത് മുമ്പിലേക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എനിക്ക് അങ്ങനെ പറയുന്നവര്, അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, ഐ നോ ദാറ്റ് 50% ആളുകളും ഈ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് പെടാൻ വേണ്ടിയിട്ട് പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ്. ആൻഡ് ഫോർ നമുക്ക് 50% ആളുകൾ നമുക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാലും 50% കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാലും
എനിക്ക് ഒരു കാര്യമേ അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളൂ, ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ തീരെ ബോദർ ചെയ്യേണ്ട കാര്യം ഇവിടെ ഇല്ല. എന്താന്ന് വെച്ചാൽ 50 ക്വസ്റ്റ്യൻ ഒന്നും 50 മാർക്കിനും ഗ്രാമർ ഒന്നും അല്ല വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഗ്രാമർ മോശമാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പാർട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അതേപോലെ തന്നെ കോംപ്രഹെൻഷൻ പാർട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. സെന്റൻസ് അറേഞ്ച്മെന്റ്, പാരാ ജംബിൾസ്, സെന്റൻസ് കറക്ഷൻ, ഇതൊക്കെ ഗ്രാമർ അറിഞ്ഞില്ലെങ്കിലും ബേസിക് ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. പ്യുവർ ഗ്രാമർ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ വന്നുണ്ടെങ്കിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് വന്നാലായി. അക്കോർഡിംഗ് ടു പ്രീവിയസ് എക്സ്പീരിയൻസ് ഷെയർഡ് ബൈ സ്റ്റുഡൻസ്, നമുക്കൊരു 3-4-5 ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നാലായി പ്യുവർ ഗ്രാമർ. അപ്പോൾ സോ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മാർക്കൊന്നും എവിടെയും പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ട്രൈ ദോസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ നമുക്കിപ്പോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി വാണ്ട് ഓൺലി 40% ഓഫ് മാർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് മിനിമം 20 മാർക്സ് കിട്ടിയാലും മതി. 50-ൽ 20 മാർക്സ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് 40% ആയി ആക്ച്വലി. ഓക്കെ, ബാക്കി ഇരിക്കുന്ന ചിലപ്പോൾ നമുക്ക് പേപ്പർ 2-ലോ പേപ്പർ 3-ലോ പേപ്പർ 4-ലൂടെയോ നമുക്ക് അഗ്രിഗേറ്റ് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് 80 മാർക്സ് ബാക്കിയുള്ള 3 പേപ്പേഴ്സ് എടുത്താൽ കൂടി നമുക്ക് പാസ്സായി പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഗ്രാമർ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ആവാൻ നിൽക്കണ്ട. ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, ജസ്റ്റ് ഡു ഇറ്റ്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. സോ ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ എൻ്റെ സിലബസിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജ്, വൊക്കാബുലറി, പിന്നെ കോംപ്രഹെൻഷൻ ആൻഡ് ആർട്ട് ഓഫ് സമ്മറൈസിങ്. ഇതൊരു ഗ്രാമർ പോർഷനിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കൺസെപ്റ്റ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ലിസണിംഗ് സ്കിൽ, ബിസിനസ് കറസ്പോണ്ടൻസ്, കൺസെപ്റ്റ് ഓഫ് ഇ കറസ്പോണ്ടൻസ്, അതേപോലെ തന്നെ കോമൺ ബിസിനസ് ടെർമിനോളജി. ഓക്കെ, ഈ പാർട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാർട്ടുമാണ്. ഇവിടെ ഞാൻ കോമൺ ബിസിനസ് ടെർമിനോളജീസ് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് കോമൺ ബിസിനസ് ടെർമിനോളജി കഴിഞ്ഞ എല്ലാ അറ്റംപ്റ്റിലും ഒരുവിധം 90% ആളുകൾക്കും സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ ബിസിനസ് ടെർമിനോളജീസേ വന്നിട്ടുള്ളൂ എന്നാണ് നമ്മുടെ പ്രീവിയസ് സ്റ്റുഡൻസ് ഒക്കെ, എൻ്റെ പ്രീവിയസ് സ്റ്റുഡൻസ് ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു 10 to 20 പേജസ്, ഓക്കെ, 10 to 20 പേജസ് കോമൺ ബിസിനസ് ടെർമിനോളജീസ് സ്റ്റഡി മെറ്റീരിയൽ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഇന്ന് തൊട്ട് എല്ലാ ഫുൾ ആ 20 പേജസ് നിങ്ങൾ 1-2 തവണ, രാവിലെ ഒരു തവണ വൈകിട്ട് ഒരു തവണ ഇങ്ങനെ വായിച്ചു കൊടുക്കുക അങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മളൊരു എന്തെങ്കിലും ഒരു ബുക്ക് എടുത്ത് വായിക്കുന്ന പോലെ ചെയ്യരുത്. ഓക്കെ, വായിക്കുമ്പോൾ നിങ്ങൾ കുറച്ചൊരു ശ്രദ്ധ അതിൽ കൊടുക്കാൻ വേണ്ടി നിൽക്കുക. കാണാപ്പാടം പഠിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം 20 പേജൊക്കെ നമുക്ക് കാണാപ്പാടം പഠിക്കുന്നത് നമുക്കതൊരു വേസ്റ്റ് ആണ് ആ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം, സോറി ആ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, നിങ്ങൾ മഗപ്പ് ചെയ്യാൻ നിൽക്കണ്ട, ഡോണ്ട് വെറി, മഗപ്പ് ചെയ്യാനേ ചെയ്യണ്ട. ജസ്റ്റ് വായിച്ചു പോവുക. ആ 20 പേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു 10 പേജസ് രാവിലെ വായിക്കുക, 10 പേജസ് ഈവനിങ് വായിക്കുക, നാളെ അത് റിപ്പീറ്റ് ചെയ്യുക. എക്സാമിന്റെ ഡേ വരെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? നമുക്ക് നിത്യാഭ്യാസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആനയും വേണമെങ്കിൽ കീഴ്പ്പെടുത്തുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിത്യം അഭ്യസിക്കുക അതിനെ. ഓക്കെ, സോ ഡെയിലി നമ്മൾ അതിന്റെ മേലെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു നോളേജ് നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്ക് ചെയ്താൽ മതി. ബാക്കി ഇരിക്കുന്ന 7 ടോപ്പിക്സ് നമുക്ക് ബ്രീഫ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഗ്രാമറിലേക്ക് പോവാം. സ്റ്റഡി മെറ്റീരിയലിന്റെ ഓർഡറിൽ തന്നെ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ നമ്മൾ അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് എന്താണ് അതിൽ വരാൻ പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഐ എം നോട്ട് മേക്കിംഗ് യു പാനിക് ആക്കുകയല്ല. എങ്ങനെ ഉണ്ടാവും, എന്ത് വരും, അങ്ങനെയൊന്നും നമുക്ക് ഇവിടെ പ്യൂർ ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ബെറ്റർ നമുക്ക് ഇത് എന്താന്നുള്ളത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ക്ലാസ്സിന് ശേഷം യു ക്യാൻ ഗോ ആൻഡ് പ്രാക്ടീസ് ഈ നമ്മുടെ CSET ഈ ബുള്ളറ്റിൻ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. പിന്നെ ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് ഇറ്റ്സ് യൂസേജിലേക്ക് പോവാം. സോ ഫോർ യുവർ ടോപ്പിക് ഓൾസോ ഫോർ CSET, entire grammar portions are not involved. Okay, entire grammar portions are not involved. Only few things are included. So that few things of grammar we will discuss here. Okay, not all important things we will discuss here. So first of all, we know that there are parts of speech in English. Okay, very basic thing. We studied it in the primary level itself. Parts of speech. If you differentiate the words, we can divide it into 8 classes. Okay, it is on the basis of how they work.
Okay, it is on the basis of how they do in a sentence. So how they work in a sentence, these parts of speech is differentiated. So there are eight parts: noun, pronoun, adjective, verb, adverb, preposition, conjunction, and interjections. So first we will see what is a noun. Okay, what is a noun? It is just a naming word. Okay, it is just a naming word. Okay, so what it will do, it will name somebody or something. Okay, when something name something, or something, it is word ആണ് common noun എന്ന് പറയുന്നത്. For example, a bank. Okay, for example, a bank. Then ഷോപ്പ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗ്രോസറി ഷോപ്പ് ഉണ്ടാവാം, വെജിറ്റബിൾ ഷോപ്പ് ഉണ്ടാവാം, വൈൻ ഷോപ്പ് ഉണ്ടാവാം, whatever it is, we will call it as a shop. Meat market ഉണ്ട്, stock market ഉണ്ട്, we will call it as market. So such kind of nouns are known as common noun. It will be common to all person. Then second is kind of collective noun. ഇപ്പൊ നമ്മൾ ഇവിടെ collective noun എന്താ ചെയ്യുന്നത്? It is also a part of common noun actually. Okay, collective noun is a part of common noun, but we will for a group of people we will call. Okay, for example, a batch അല്ലെങ്കിൽ ഒരു company means എന്താണ്? Group of people ആണ് അവിടെ join ചെയ്തിരിക്കുന്നത്. Batch എന്ന് വെച്ച് കഴിഞ്ഞാലോ multiple things are joined, so that is known as collective noun. Okay, crowd, ഒരുപാട് ആളുകൾ ഒന്നിച്ച് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, that is crowd. So that is a collective noun. So collective noun is also a kind of common noun. Okay, so that is about common noun. And another category of noun is proper noun. Okay, എന്താ proper noun അവിടെ ചെയ്യുന്നത്? Particular, yeah, pardon? Any issues guys? എനിക്ക് എന്തോ ഒരു സൗണ്ട് കേട്ടു ഇപ്പോ. Nothing, like? Okay, so proper noun, what proper noun will do? പർട്ടിക്കുലർ ആയിട്ടൊരു പ്ലേസ്. നമ്മൾ നേരത്തെ കോമൺ നൗണിൽ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ബാങ്കിനെയും പറഞ്ഞു, ബട്ട് പ്രോപ്പർ നൗണിൽ എന്താ ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ പ്ലേസ്, ഒരു പെർട്ടിക്കുലർ പേഴ്സൺ, ഒരു പെർട്ടിക്കുലർ തിങ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യ മീൻസ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയുടെ ആ ടെറിട്ടറിനെ മാത്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ ജാനുവരി, ദെൻ ഡൽഹി. ഓക്കെ, ഇതൊക്കെ നമ്മുടെ എന്താണ്? ദീസ് ഓൾ ആർ പ്രോപ്പർ നൗൺ. ഓക്കെ, so this is the category of noun. So next part of speech is pronoun. Okay, what is a pronoun? Pronouns are used in place of noun. Okay, ഇപ്പൊ നമ്മള് നമ്മുടെ നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്, സപ്പോസ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രോപ്പർ നൗൺ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളൊരു പാരഗ്രാഫ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഇന്ത്യ ഈസ് ദ 7th largest country in the world. ഓക്കെ, പിന്നെയും നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യില്ല. ഓക്കെ, ഇന്ത്യ വർക്ക് ഹാവിങ് 28 states and 9 union territories, അങ്ങനെ നമ്മൾ പറയില്ല. ഇറ്റ് ഹാസ് 9 union territories and 28 states, അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്നത് ഇറ്റ് ആണ്. അതെന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? That represents a noun. Okay, so such kind of things that will represent or used in the place of a noun are called as pronouns. Okay, are called as pronouns. Pronouns നമുക്ക് രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. പേഴ്സണൽ പ്രൊനൗണും ഉണ്ട്, റിലേറ്റീവ് പ്രൊനൗണും ഉണ്ട്. ഓക്കെ, സോ പേഴ്സണൽ പ്രൊനൗൺ എന്താ റിപ്രസെന്റ് ചെയ്യുന്നത്? എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ്. ഓക്കെ, പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ്ങിനെയാണ് നമ്മൾ പേഴ്സണൽ പ്രൊനൗൺ റെപ്രസെന്റ് ചെയ്യുന്നത്. വി, യു, ഷീ, ഹി, ഐ, ഇതൊക്കെ പേഴ്സണൽ പ്രൊനൗൺസ് ആണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ പേഴ്സണെയോ തിങ്ങിനെയാണ് നമ്മൾ ചെയ്യുന്നത്. Then relative pronoun ഉണ്ട്. Okay, that is second category is relative pronoun. Relative pronoun ഉള്ള എക്സാമ്പിൾസ് ആണ് whom, which, that ഒക്കെ. Okay, whom, which, that ഒക്കെയാണ് relative pronoun ഉള്ള എക്സാമ്പിൾ.
So that acts as a pronoun and as a conjunction at the same time. Okay, pronoun ആയിട്ടും അത് ആക്ട് ചെയ്യും, അതേപോലെ തന്നെ ഒരു കൺജങ്ഷൻ ആയിട്ടും, ഓക്കെ, കൺജങ്ഷൻ ആയിട്ടും നമുക്ക് അത് അവിടെ വർക്ക്ഔട്ട് ചെയ്യും. സോ ദിസ് ഈസ് ദ ബോയ് ഹു സേവ് മൈ ലൈഫ്. ഇവിടെ നോക്കൂ, ഹൂ ഉണ്ട് അവിടെ, ആ ബോയിനെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അവിടെ വേറൊരു പിന്നെ നമുക്കൊരു വെർബിനെ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അവിടെ. സോ ദാറ്റ് ഈസ് റിലേറ്റീവ് പ്രൊനൗൺ. ദെൻ പൊസസീവ് പ്രൊനൗൺ ഉണ്ട്, അവിടെ പൊസഷനെയാണ് കാണിക്കുന്നത്. പൊസഷൻ ആണ്, നമ്മുടെ ആ പൊസഷനെയാണ് കാണിക്കുന്നത്. മൈൻ, അവേഴ്സ്, യേഴ്സ്, ദർ, ഇറ്റ്സ്, ഏഴ്സ്, അതൊക്കെയാണ് പൊസസീവ് പ്രൊനൗൺ. സോ ദാറ്റ് ഈസ് പ്രൊനൗൺ. തേർഡ് ഈസ് അഡ്ജക്റ്റീവ്. ഓക്കെ, the word used to describe or point out a person, animal, place or thing which the noun names or the tell the number and quantity is called adjective. Okay, അപ്പോ ഒരു പേഴ്സണ് അല്ലെങ്കിൽ ഒരു അനിമലിന്, ഒരു പ്ലേസിന്, ഒരു നൗണിനെ ഒക്കെ നമ്മൾ എന്താ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഓക്കെ, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. റാണി ഈസ് എ ക്ലെവർ ഗേൾ. അവിടെ നോക്കൂ, വെറും ഗേൾ അല്ല, ഷീസ് എ ക്ലെവർ ഗേൾ. ഗേൾ ഓഫ് വാട്ട് കൈൻഡ്, അവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് നമ്മൾ അഡ്ജക്റ്റീവ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു പേഴ്സണെയോ അനിമലെയോ പ്ലേസിനെയോ. ദാറ്റ് ഈസ് അഡ്ജക്റ്റീവ്. ആൻഡ് നെക്സ്റ്റ് ഈസ് വെർബ്. വെർബ് എന്താണ്? ഇറ്റ് വിൽ ടെൽ സംതിങ് അബൌട്ട് എ പേഴ്സൺ ഓർ തിങ്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർമ്മം. ഓക്കെ, നമ്മൾ ആ ഒരു വേർഡ് ദാറ്റ് ടെൽസ് ഓർ അസേർട്ട് സംതിങ് അബൌട്ട് എ പേഴ്സൺ ഓർ തിങ്, ഒരു പ്രത്യേക ആളെയോ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സെന്റൻസ് മേക്കിംഗിൽ വേർബ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വേർബ് എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വാട്ട് എ പേഴ്സൺ ഓർ തിങ് ഡസ്. ഓക്കെ, ഒരു കാര്യം എന്താണ് ചെയ്യുന്നത്, ഒരാൾ എന്താ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യും എന്നുള്ളത്. ഓർ വാട്ട് ഈസ് ഡൺ ടു എ പേഴ്സൺ ഓർ തിങ്. ഓക്കെ, എന്താണ് ചെയ്തത്. ഓർ വാട്ട് എ പേഴ്സൺ ഓർ തിങ് ഈസ്, എന്താണത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ആക്ച്വലി വേർബ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ആഡ്വേർബ്. നെക്സ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഈസ് ആഡ്വേർബ്. നമുക്കിവിടെ ആഡ്വേർബ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർബിനെയും അഡ്ജക്റ്റീവ്സിനെയും പ്രപ്പോസിഷനെയും കൺജങ്ഷനെയും ഒക്കെ മോഡിഫൈ ചെയ്യും. ഓക്കെ, അഡ്ജക്റ്റീവ്സ് നമുക്ക് നൗണിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അഡ്ജക്റ്റീവ്സ് നമ്മൾ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആഡ്വേർബ് നമ്മൾ വേർബിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനോ അഡ്ജക്റ്റീവ്സിനെയോ പ്രപ്പോസിഷനെയോ കൺജങ്ഷനെയോ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ്വേർബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പ്രപ്പോസിഷൻ. ഓക്കെ, പ്രപ്പോസിഷൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബിഫോർ എ നൗൺ. ഓക്കെ, ബിഫോർ എ നൗൺ ഓർ ഈക്വലൻ ടു ഷോ ഇറ്റ്സ് റിലേഷൻഷിപ്പ്. നമ്മൾ ആ ഒരു പ്രത്യേക സമയമായിട്ട് ഒരു പ്രത്യേക പ്ലേസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ സ്പേസ് എബവ് ദ റൂം. നോക്കൂ, എബവ് ദ റൂം ഹൗസസ് ദ കോൺഫറൻസ് ഫെസിലിറ്റി. ഓക്കെ, ആ റൂമിന് മേലെയുള്ള സ്പേസ് എന്താ ചെയ്യുന്നത്? കോൺഫറൻസ് ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ എബവ് എന്നുള്ളത് എന്താ ചെയ്യുന്നത്? റിലേഷൻഷിപ്പ്. ആ റൂമും കോൺഫറൻസ് ഫെസിലിറ്റിയും കൂടി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവിടെ ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രപ്പോസിഷൻ. ദെൻ കൺജങ്ഷൻ ഉണ്ട്. കൺജങ്ഷൻ എന്താ ചെയ്യുന്നത്? കണക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ബട്ട് ഒക്കെയാണ് യൂസ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് വേർഡ്സിന് അല്ലെങ്കിൽ രണ്ട് വേർഡ്സിന്, ഒരു സെന്റൻസിലത്തെ രണ്ട് വേർഡ്സിന് നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കൺജങ്ഷൻ. ദെൻ ദർ ആർ ഇന്റർജങ്ഷൻ. ഓക്കെ, ഒരു ഇമോഷനെയോ ഫീലിങ്ങിനെയൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഇന്റർജങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്റർജങ്ഷൻ നമുക്ക് ഈ ഒരു എന്താ പറയാ ന്യൂ ജനറേഷനിൽ ഇന്റർജങ്ഷൻ ഒരു വലിയൊരു ഒരു ഭാഗമായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വേർഡ്സ്, ഇന്റർജങ്ഷൻ വേർഡ്സ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഈ ഇപ്പൊ ഒരു പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ട് നമ്മൾ കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പാർട്സ് ഓഫ് സ്പീച്ച്. ദിസ് ഇസ് ദ തിയറി ഓഫ് പാർട്സ് ഓഫ് സ്പീച്ച്. സോ ആ പാർട്സ് ഓഫ് സ്പീച്ചിലത്തെ തിയറീസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കുറച്ച് പ്രാക്ടിക്കലി ആയിരിക്കും. അപ്പൊ നമ്മളോട് ചിലപ്പോൾ ഒരു സ്യൂട്ടബിൾ ആഡ്വേർബ് ഇത് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രപ്പോസിഷൻ കണ്ടുപിടിക്കാനോ ആയിരിക്കും നമ്മളോട് പറയുന്നത്. ഓക്കെ, സോ യു ഷുഡ് ഡു ഇറ്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വോയിസസ് ആണ്. ഓക്കെ, ദർ ആർ 2 types of voices. ആക്റ്റീവ് വോയിസും ഉണ്ട്, നമുക്ക് പാസീവ് വോയിസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വോയിസ്, സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും? ആക്റ്റീവ് വോയിസസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആക്റ്റീവ് വോയിസസ് ആകുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരാൾ വേറൊരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് പോലെ. സോ ദാറ്റ് ഈസ് ആക്റ്റീവ് വോയിസ്. ഓക്കെ, പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ അല്ലാന്നുണ്ടെങ്കിൽ ലീഗൽ ലാംഗ്വേജിൽ നമ്മൾ ഡ്രാഫ്റ്റിംഗിലൊക്കെയാണ് നമ്മൾ പാസീവ് വോയിസസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ആക്ച്വലി ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല പാസീവ് വോയിസിൽ ഉണ്ടാവുക. ആക്റ്റീവ് വോയിസിൽ നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നമുക്ക് അവിടെ ഇൻവോൾവ് ആയിരിക്കുക, ഷോർട്ടർ ആയിരിക്കും, അതേപോലെ തന്നെ എംപതറ്റിക് ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ. ഒരാൾ വേറൊരാൾക്ക് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിൽ
ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. സോ പാസീവ് വോയിസ് അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ റിട്ടൺ ഒരു ലീഗൽ ഒരു എഗ്രിമെന്റ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരുന്നതിനെയാണ് നമ്മൾ പാസീവ് വോയിസസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. സോ മേ ബി നമ്മളടുത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, ഒരു വേർഡിങ് തന്നിട്ട് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് നമ്മളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആക്റ്റീവ് വോയിസ് തന്നിട്ട് അതിന്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പാസീവ് വോയിസ് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ അതിന്റെ സയൻസ് മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആവുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വോയിസസ്. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ ആർട്ടിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മള് എ ആൻഡ് ദി അതിനെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എ ആൻഡ് ദി അതിനെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതിൽ എയും ആൻഡിനെയും നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടും ധീനെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളും ആയിട്ടാണ് കാണുന്നത്. എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിളും? ഓക്കെ, ഇൻഡെഫിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി, ഇപ്പൊ സപ്പോസ് എ ഡോക്ടർ എന്ന് പറയും. ഓക്കെ, എ ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എനി ഡോക്ടർ ആവാം. ഓക്കെ, മിസ്റ്റർ എ ആയ മിസ്റ്റർ എക്സ് ആവാം, വൈ ആവാം, സെഡ് ആവാം, എനി ഡോക്ടർ, എ ഡോക്ടർ എന്ന് പറയുമ്പോൾ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത്. സോ നമ്മളതൊരു കോമൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എ കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഏത് കമ്പനി സെക്രട്ടറി നമുക്ക് ആവാം. ഓക്കെ, സോ ദാറ്റ് ഈസ് എനി. ബട്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആവുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയും. ഓക്കെ, ഐ സോ ദ ഡോക്ടർ. അപ്പൊ നമ്മളത് അവിടെ സ്പെസിഫിക് ആയിട്ട് ഡോക്ടർ അവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഓക്കെ, ഇപ്പൊ നോർമലി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഒരു ജനറൽ റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, ഓക്കെ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ആയിരിക്കും. ഓക്കെ, സിംഗുലർ കൗണ്ടബിൾ നൗൺ, ഒരു കാറ് അല്ലെങ്കിൽ ഒരു ആപ്പിൾ, ഒരു ടേബിൾ, അവിടെയൊക്കെ നമ്മൾ എ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് വിൽ ബി യൂസ്ഡ് ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിളോ, അത് നമ്മൾ യൂസ്വലി സിംഗുലർ കൗണ്ടബിൾ നൗൺസ്, ഓക്കെ, സിംഗുലർ നമ്മളവിടെ പ്ലൂറൽ കൗണ്ടബിൾ നൗൺസ്, സിംഗുലർ കൗണ്ടബിൾ നൗൺസിലും അൺകൗണ്ടബിൾ നൗൺസിലും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യും. ബട്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ വി യൂസ് ഓൺലി വിത്ത് സിംഗുലർ കൗണ്ടബിൾ നൗൺ. ഓക്കെ, അപ്പൊ ഇവിടെ ദ പെൻ, ദ പെൻസ്, ദ മിൽക്ക്, ദ ഐഡിയ, ഇതിൽ നിന്ന് നോക്കി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ആർട്ടിക്കിൾ. എ ആൻഡ് ദി, this is called as article. A and an are indefinite article and they is an definite article. The next topic is sentence construction. Okay, എന്താണ് സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലേ. അപ്പൊ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ വി വാണ്ട് സം പ്രോപ്പർ സെന്റൻസസ്. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള സെന്റൻസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുമോ? ഒരിക്കലും ഇല്ല. അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു കാരണവശാലും പ്രോപ്പർ ആയിട്ട് നമുക്ക് മാറത്തില്ല. അപ്പൊ നമുക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേണ്ടത്, അവിടെ നമുക്കൊരു പ്രോപ്പർ സെന്റൻസിന്റെ ആവശ്യമുണ്ട്. സോ സെന്റൻസ് കൺസ്ട്രക്ഷൻ ഈസ് ഓൾസോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഗ്രാമർ. Okay, that will make or that will help us to complete the communication in a such a manner that it is proper. Okay, it is proper and properly communicated with the parties. So for a sentence there are two parts. First part is subject and second part is predicate. Subject എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, which will name the person or thing we are speaking about. എന്ത് കാര്യത്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനെ കുറിച്ചാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ പറഞ്ഞാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രെഡിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് നമുക്ക് പ്രെഡിക്കേറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു ഒരു പരീക്ഷയെ കുറിച്ച് CSET എക്സാമിനാണ്, അതിന്റെ കൂടെ ഞാൻ എങ്ങനെ എഴുതണം, എന്ത് ചെയ്യണം, ഏതൊക്കെ പേപ്പർ വരുന്നതൊക്കെ പറയുന്നത് അതിന്റെ പ്രെഡിക്കേറ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. സോ നമ്മൾ സെന്റൻസ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ഇതാണ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രേസസ് ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ശരിക്കും ഫ്രേസ് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒരു വെറുതെ യൂസ് ചെയ്യുന്നതിന് പകരം ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചും
കൂടി സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ദീസ് ആർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ദർ ആർ മെനി ഫ്രേസസ് ലൈക്ക് നൗൺ ഫ്രേസസ് ഉണ്ട്, അഡ്ജക്റ്റീവിയൽ ഫ്രേസസ് ഉണ്ട്, ആഡ്വെർബിയൽ ഫ്രേസസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ഫ്രേസസ് ഉണ്ട്. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രേസസ് അവരവിടെ തന്നിട്ടുണ്ടാവും. അപ്പൊ നോർമലി ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രേസ് തന്നിട്ട് അതിന്റെ മീനിങ് എന്താണെന്നുള്ളത് നമ്മളോട് ചോദിക്കും. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് വേണ്ടത് അവർ വൊക്കാബുലറി ഷുഡ് ബി വെരി സ്ട്രോങ്. നമ്മളെ വൊക്കാബുലറി വളരെ സ്ട്രോങ് ആയിരിക്കണം. നമുക്ക് ആ ഫ്രേസ് വായിച്ചു നോക്കുമ്പോഴേക്കും നമുക്ക് എന്താ അതിൽ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കണം. ഒരു ക്വസ്റ്റിനോ മറ്റോ അങ്ങനെ വന്നാലായി. അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഫ്രേസിന്റെ കാര്യത്തിൽ. ഓക്കെ, എല്ലാവരും ഒന്നും ഫ്രേസസ്, അവർക്ക് പല ആളുകൾക്കും ഫ്രേസസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പലതും എനിക്ക് തന്നെ ഫ്രേസസ് പലതും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടഫസ്റ്റ് ആയിട്ടുള്ള ഫ്രേസസ് ഉണ്ട്. ഈ ഫ്രേസസ് ഒന്നും നമുക്ക് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഫ്രം ദ CSET പോയിന്റ് ഓഫ് വ്യൂ ഫ്രേസസ് ചിലപ്പോൾ ഒരു ക്വസ്റ്റിനോ മറ്റും വരും. അപ്പൊ നിങ്ങൾ ആ സ്റ്റഡി മെറ്റീരിയൽ ഇരിക്കുന്ന ഫ്രേസസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്, ലീവ് ഇറ്റ്. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ലീവ് ഇറ്റ്. പഠിച്ചത് നല്ലോണം പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെയാണ് നമ്മൾ ഫ്രേസസ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസിൽ ഫ്രേസിന് വലിയൊരു ഭാഗമുണ്ട്. ഓക്കെ, വലിയൊരു പങ്ക് ഫ്രേസസ് വഹിക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് വിൽ സ്റ്റാൻഡർഡൈസ് ദ സെന്റൻസ്. ഓക്കെ, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫീൽ ചെയ്യും സെന്റൻസ് വായിക്കുമ്പോൾ. അതേമാതിരി തന്നെ വലിയൊരു മീനിങ് ചെറിയൊരു ഫ്രേസ് കൊണ്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഫ്രേസസിനെ കൊണ്ട് നമുക്കുണ്ട്. ഓക്കെ, ദെൻ ടൈപ്പ് ഓഫ് സെന്റൻസസ്. അപ്പൊ നമുക്ക് ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡിനെയാണ് നമ്മൾ സെന്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ സെന്റൻസിന്റെ അകത്ത് തന്നെ നമുക്ക് ഒരുപാട് ക്ലോസസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് പ്രിൻസിപ്പിൾ ഓർ മെയിൻ ക്ലോസ് ഉണ്ട്. പ്രിൻസിപ്പിൾ ഓർ മെയിൻ ക്ലോസ് സെന്റൻസിന്റെ ഒരു പാർട്ടാണ് പ്രിൻസിപ്പിൾ ഓർ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ബിക്കോസ് അത് നമ്മൾ ആ സബ്ജക്ട് മാറ്ററിനെ കുറിച്ചിട്ട് ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നതാണ് പ്രിൻസിപ്പിൾ ഓർ മെയിൻ ക്ലോസ്. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾ ഓർ മെയിൻ ക്ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്ലോസസിനെയാണ് നമ്മൾ ഡിപെൻഡന്റ് ഓർ സബോർഡിനേറ്റ് ക്ലോസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഡിപെൻഡന്റ് ഓർ സബോർഡിനേറ്റ് ക്ലോസസ്. ഓക്കെ, so that is all about sentence construction and type of sentences. Next important thing in grammar is prefix and suffix. Okay, prefix ഉം suffix ഉം നോർമലി ഒരു ക്വസ്റ്റ്യൻ പ്രിഫിക്സ് എന്നും സഫിക്സ് എന്നും കണ്ടുവരാറുണ്ട് എന്നാണ് മുമ്പിലത്തെ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. സോ പ്രിഫിക്സിലും സഫിക്സിലും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 തവണ നടത്തിയ എക്സാമിനേഷനിൽ പ്രിഫിക്സും സഫിക്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ യു മേ ബി നോയിങ് അബൌട്ട് വാട്ട് ഈസ് എ പ്രിഫിക്സ് ആൻഡ് വാട്ട് ഈസ് എ സഫിക്സ്. അപ്പൊ നമുക്ക് പ്രിഫിക്സും സഫിക്സും ഒക്കെ മുഴുവൻ കാണാതെ ഒന്നും നമുക്ക് പഠിച്ച് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെയും നമുക്ക് നേരത്തെ ഞാൻ ഫ്രേസിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വൊക്കാബുലറി വളരെ സ്ട്രോങ് ആയിരിക്കണം. കോമൺ സെൻസ് നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഏതെങ്കിലും ഒരു വേർഡിന്റെ മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതിന്റെ ഫസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എ പ്രിഫിക്സ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെന്റൻസ് ദാറ്റ് ഈസ് കോൾഡ് ആസ് സഫിക്സ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് അതിന്റെ മുമ്പ് നമ്മൾ മിസ് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? മിസ് അണ്ടർസ്റ്റാൻഡ് ആവും. ഓക്കെ, ദാറ്റ് ഈസ് എ പ്രിഫിക്സ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക അവിടെ? അതൊരു ആന്റോണിയം കൂടി ആവും, ഓപ്പോസിറ്റും കൂടിയിട്ട് ആക്ച്വലി ആ പ്രിഫിക്സ് ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് അവിടെ ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഗ്രാമർ പർപ്പസിന് വേണ്ടിയിട്ട് പ്രിഫിക്സിനെ നമുക്ക് പല ടൈപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സപ്പോർട്ടീവ് പ്രിഫിക്സസ് ഉണ്ട്. ഓക്കെ, സപ്പോർട്ടീവ് പ്രിഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആ ഒരു വേർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, ആ വേർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ദെൻ ദർ ആർ ഓപ്പോസിംഗ് പ്രിഫിക്സസ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അണ്ടർസ്റ്റാൻഡ്, മിസ് അണ്ടർസ്റ്റാൻഡ് ഓപ്പോസിറ്റ് ചെയ്തു. നെഗറ്റീവ് പ്രിഫിക്സസ്. അപ്പോ മിസ് അണ്ടർസ്റ്റാൻഡ് ഒരു നെഗറ്റീവ് പ്രിഫിക്സും കൂടിയാണ്. കാരണം ആ ഒരു വേർഡിന്റെ നെഗറ്റിവിറ്റി ആണ് അവിടെ ഉണ്ടാക്കുന്നത്. ദെൻ റിവേഴ്സേറ്റീവ് പ്രിഫിക്സ്, ആ ഒരു പ്രിഫിക്സ് യൂസ് ചെയ്യുന്നതോട് കൂടി പുതിയൊരു വേർഡ് അവിടെ ഡിറൈവ് ആവും. ദെൻ പ്ലേസ് പ്രിഫിക്സസ് ആർ ദെയർ. ഓക്കെ, പ്ലേസിന് മുമ്പ് യൂസ് ചെയ്യുന്നത്. സൈസ് പ്രിഫിക്സസ് ആർ ദെയർ, സൈസ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ടൈം പ്രിഫിക്സ്, നമ്പർ പ്രിഫിക്സ്, ക്ലാസ് ചേഞ്ചിങ് പ്രിഫിക്സ്, മിസ്സെല്ലേനിയസ് പ്രിഫിക്സസ്. ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിഫിക്സസ് അവൈലബിൾ. ഓക്കെ, സോ ലൈക്ക് ദാറ്റ് നമുക്ക് സഫിക്സും ഉണ്ട്. ഓക്കെ, സഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വേർഡിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത്. സഫിക്സിന് നമുക്ക് നൗൺ സഫിക്സസ്, വെർബ് സഫിക്സസ്, അഡ്ജക്റ്റീവ് സഫിക്സ്, ആഡ്വേർബ് സഫിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, സോ നൗൺ സഫിക്സ് എന്ന് വെച്ചാൽ നൗണിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്, വെർബ് എന്ന് വെച്ചാൽ വെർബിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്, ആഡ്വേർബ് നമുക്ക് ഉണ്ട്. സോ ദാറ്റ് ഈസ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്.
പിന്നെ നമുക്കുള്ളത് പങ്ക്ച്വേഷൻസ് ആണ്. നമ്മളൊരു ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അറിവ് വേണ്ട ഒരു മേഖലയാണ് പങ്ക്ച്വേഷൻസ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് പ്രോപ്പറായിട്ട് പങ്ക്ച്വേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിന് മുമ്പ് എന്താണ് പങ്ക്ച്വേഷൻ എന്നുള്ളത് നമ്മൾ പറയാം. നമ്മൾ ഫുൾ സ്റ്റോപ്പ്, കോമ, ഇൻവേർട്ടഡ് കോമ, ഹൈഫൻ, ബ്രാക്കറ്റ് ഒക്കെ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ദിസ് വിൽ ഗിവ് എ വെരി ഇമ്പോർട്ടന്റ് മെസ്സേജ് ടു ദ റീഡർ. ഓക്കെ, ഇപ്പൊ ഡബിൾ ഇൻവേർട്ടഡ് കോമന്റെ അകത്ത് കൊടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ സ്പെഷ്യൽ മീനിങ്. ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ സെന്റൻസ് എൻഡ് ചെയ്തു എന്നാണ് നമുക്ക് മീൻ ചെയ്യുന്നത്. സോ അതിന് വലിയൊരു മീനിങ് ഉണ്ട്. ഇത് പറയുമ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത്. പണ്ട് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ജഡ്ജ്മെന്റ് ആണ്, കിൽ ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ ആണ്. ഓക്കെ, അങ്ങനെയായിരുന്നു ജഡ്ജ്മെന്റ്. അപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ അവിടുത്തെ ക്ലർക്ക് അടിച്ചു വന്നപ്പോ കിൽ ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ എന്നായി പോയി. അതായത് കിൽ ഹിം നോട്ട് കഴിഞ്ഞിട്ടായി പോയി കോമ. ആക്ച്വലി കിൽ ഹിം കോമ നോട്ട് ലെറ്റ് ഹിം ഗോ എന്നാണ് ശരിക്കും ജഡ്ജ്മെന്റ് വരേണ്ടത്. പക്ഷെ എന്ത് പറ്റിപ്പോയി, അവിടെ ടൈപ്പോഗ്രാഫിക് എറർ വന്നു. അയാൾക്ക് പങ്ക്ച്വേഷനിൽ വലിയ വിവരമില്ല. അപ്പൊ എന്ത് സംഭവിച്ചു, കിൽ ഹിം കഴിഞ്ഞിട്ട് കോമ കൊടുക്കാതെ നോട്ട് കഴിഞ്ഞിട്ട് കോമ കൊടുത്തു. സോ കിൽ ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ. എന്ത് സംഭവിച്ചു, അവിടെ നേരത്തെ ഒരാളെ തൂക്കി കൊല്ലാനായിരുന്നു വിധി, പക്ഷെ അത് ജഡ്ജ്മെന്റ് അടിച്ചു വന്നപ്പോ എന്ത് സംഭവിച്ചു, അയാളെ വെറുതെ വിടാനായി പോയി. ഓക്കെ, ഈവൻ ദോ ദിസ് ഈസ് ജസ്റ്റ് എ സ്റ്റോറി. ഓക്കെ, പങ്ക്ച്വേഷനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്റ്റോറി ആണെങ്കിലും കൂടിയിട്ട് ദിസ് ഗിവ് യു എ വെരി, എന്താ പറയാ, ഭയങ്കര ഒരു ഇൻസൈറ്റ് നമുക്ക് ആക്ച്വലി ഇതിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. സോ പങ്ക്ച്വേഷൻസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഏത് കമ്മ്യൂണിക്കേഷനിലാണ് എന്നുണ്ടെങ്കിലും. സോ പങ്ക്ച്വേഷൻസ് നമ്മൾ എന്തിനൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ടൈപ്പ് പങ്ക്ച്വേഷൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. നമ്മുടെ CSET എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മേ ബി വളരെ റെയർ ആയിട്ട് നമുക്ക് പങ്ക്ച്വേഷൻസും സംഭവങ്ങളൊക്കെ കണ്ടു വരാറുള്ളൂ. ദിസ് ഈസ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഓക്കെ, പക്ഷെ നിങ്ങൾ പങ്ക്ച്വേഷൻ പഠിക്കാതെ വിട്ടു പോകരുത്. കാരണം നിങ്ങൾ CS എന്ന് പറയുമ്പോൾ ഒരുപാട് ഡ്രാഫ്റ്റിംഗ് ഒക്കെ വരുന്ന സംഭവമാണ്. അപ്പൊ നമുക്ക് ആ ഡ്രാഫ്റ്റിംഗ് സ്കില്ലുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പങ്ക്ച്വേഷൻസ് നമുക്ക് നല്ലോണം അറിഞ്ഞിരിക്കണം. ഫുൾ സ്റ്റോപ്പ്, കോമ, ഹൈഫൺ എവിടെ യൂസ് ചെയ്യണം, സെമിക്കോളൻ എവിടെ യൂസ് ചെയ്യണം. മെറ്റീരിയലിൽ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ നമ്മൾ ഓരോന്നും എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് വൃത്തിക്ക് നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും കൂടി ഈ സംഭവങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് ഫോർ യുവർ knowledge ആൻഡ് ഇൻഫർമേഷൻ പർപ്പസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഗ്രാമർ. ഓക്കെ, ഇംഗ്ലീഷ് ഗ്രാമറിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇനി നമ്മൾ വൊക്കാബുലറി എൻറിച്ച്മെന്റ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഈ വൊക്കാബുലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് വേർഡ്സിലുള്ള നോളജിനെയാണ് നമ്മൾ വൊക്കാബുലറി എന്ന് പറയുന്നത്. ഒരാൾക്ക് അയാളെ വേർഡ്സിൽ അല്ലെങ്കിൽ അയാൾ യൂസ് ചെയ്യുന്ന, അയാൾക്ക് എത്രത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയും എന്നുള്ളതാണ് നമ്മുടെ വൊക്കാബുലറി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വൊക്കാബുലറി ഇവിടെ എന്തിനു വേണ്ടിയിട്ട് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ അകത്ത് we have to make a very broad choice of words. Okay, നമ്മൾ വേർഡ്സ് ചൂസ് ചെയ്ത് കറക്റ്റ് വേർഡ്സ് ചൂസ് ചെയ്യണം. കറക്റ്റ് ഫ്രേസസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ വേർഡ്സ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ടിപ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ സിംപ്ലിസിറ്റി. വളരെ സിംപ്ലർ ആയിട്ടുള്ള വേർഡ്സ് വേണം നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ ചൂസ് ചെയ്യാൻ. അപ്പോ അതിലിപ്പോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ശശി തരൂരിന്റെ ചില കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, അതായത് ചില ബുക്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ അയാളെ ട്വീറ്റ്സ് ഉണ്ട്. അത് നമ്മളൊരു ഡിക്ഷണറി എടുത്തുകൊണ്ട് വേണം അതിൽ വന്നിട്ടിരിക്കാൻ. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? 90% ആളുകൾക്കും അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് മനസ്സിലാവില്ല. ഓക്കെ, സോ അവിടെ തന്നെ എന്ത് സംഭവിക്കും? കമ്മ്യൂണിക്കേഷൻ പിഴവുകൾ നമുക്ക് സംഭവിക്കും. ഓക്കെ, ജസ്റ്റ് ശശി തരൂരിന്റെ ഒരു എക്സാമ്പിൾ മാത്രം എടുത്താണ്. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഭയങ്കര ഇതാണ്, അത്രയും സ്റ്റാൻഡേർഡ് ഉണ്ട്. നമുക്ക് അത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റാത്തത്. ഞാനിവിടെ അത് ജസ്റ്റ് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, നമ്മൾ എന്തുകൊണ്ടാണ് സിംപ്ലർ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മുടെ നോളേജ് ബാക്കിയുള്ളവനെ കാണിക്കാനല്ല, നമുക്കതൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഞാനിപ്പോ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഇതൊന്നും ഇങ്ങനെയൊന്നും പറയാതെ ഞാൻ എന്താ പറയാ വളരെ യമണ്ടനായിട്ടുള്ള വേർഡിങ്സ് ഒക്കെ ഞാനിവിടെ യൂസ് ചെയ്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് അത് മനസ്സിലാവും? അപ്പോൾ വേറെയുള്ള ഒരാൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് യൂസ് ഇറ്റ് സ്ട്രോങ്ലി. ഓക്കെ, സോ സിംപ്ലിസിറ്റി ആയിരിക്കണം, സിംപ്ലർ വേർഡ്സ് യൂസ് ചെയ്യണം, ദെൻ ഫെമിലിയർ വേർഡ്സ് യൂസ് ചെയ്യണം എപ്പോഴും. ഓക്കെ, ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് വേണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്, എല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്നത്. ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യും, എന്നിട്ട് എന്താ വെച്ചാൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ സിനോണിംസ് നോക്കും. ഓക്കെ, അപ്പൊ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിനാണെങ്കിൽ നല്ല വിവരമാണല്ലോ ഇതിലൊക്കെ.
വളരെ ടഫായിട്ടുള്ള ഫ്ലവറി ആയിട്ടുള്ള സിനോണിയംസ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അവരത് അങ്ങോട്ടേക്ക് യൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആക്ച്വലി പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല. കാരണം വായിക്കുന്ന ആൾ ഒരിക്കലും നിങ്ങൾ ഇത്രയും ഇംഗ്ലീഷിൽ നോളജ് ഉള്ള ആളാണ് എന്നുള്ളതല്ല ചിന്തിക്കുന്നത്. ഓ, എന്താണ് ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത് നമ്മൾ അയാൾക്ക് തോന്നും. ഓക്കെ, അങ്ങനെ ഒരിക്കലും തോന്നാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഫെമിലിയർ വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെമിലിയർ വേർഡ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ദെൻ നമ്മൾ ജാർഗൺസ്, ഓക്കെ, ഇപ്പൊ സയന്റിഫിക് വേർഡ്സ് ഉണ്ട്, ടെക്നോളജിക്കൽ വേർഡ്സ് നമുക്കുണ്ട്, ലീഗൽ ജാർഗൺസ് ഉണ്ട്, ലീഗൽ വേർഡ് ഒരുപാടുണ്ട്, വോയിഡ് അബ് ഇനിഷ്യൂ, ദാറ്റ് ഈസ് എ ലീഗൽ വേർഡ് ആക്ച്വലി. ഓക്കെ, ദെൻ മിലിറ്ററി ജാർഗൺസ് ഉണ്ട്, പൊളിറ്റിക്കൽ ജാർഗൺസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ആ ജാർഗൺസ് നമ്മുടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാവുന്ന, നമുക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജാർഗൺസ് മാത്രമേ നമ്മൾ നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളത് ഒരുപാട് നമ്മൾ അങ്ങോട്ടേക്ക് എന്താ പറയാ അതിൻ്റെ അകത്ത് ജാർഗൺസ് കുത്തി തിരികെ വെച്ചെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാനുള്ള ഒരു ഇത് കുറവായിരിക്കും. അവോയ്ഡ് യൂസിങ് സൂപ്പർഫ്ലുവസ് വേർഡ്സ് അല്ലെങ്കിൽ വെർബോസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലവറി ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത് വളരെ കുറയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മളതൊരു കമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ് വേണ്ടതെന്നുള്ള യൂസിൽ ചെയ്യാം. ദെൻ ചൂസ് ഷോർട്ട് വേർഡ്സ്. വല്ലാതെ നീളം കൂടിയ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഉള്ളതിൽ ഷോർട്ട് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക, ഷോർട്ടർ സെന്റൻസസ് ആക്കുക മാക്സിമം. ദെൻ സെലക്ട് വേർഡ്സ് ഫോർ പ്രിസൈസ് മീനിങ്. ഓക്കെ, പ്രിസൈസ് ആയിട്ടുള്ള മീനിങ്ങിന് വേണ്ടിയിട്ടുള്ള വേർഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ ജനറൽ ന്യൂട്രൽ വേർഡ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ചെയർമാൻ അതൊരു ജനറൽ ന്യൂട്രൽ വേർഡ് അല്ല ആക്ച്വലി, അവിടെ പുരുഷ മേധാവിത്വം കാണിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ചെയർ പേഴ്സൺ യൂസ് ചെയ്തേക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് ഈവൻ ഇറ്റ് ഈസ് എ ലേഡി ഓർ ഈവൻ ഇറ്റ് ഈസ് എ മെൻ, അത് നമുക്കൊരു പ്രോബ്ലം ഇല്ല അവിടെ. അപ്പൊ നമുക്ക് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ വേർഡ്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് സിനോണിംസ്. സിനോണിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നാനാർത്ഥം എന്ന് പറയും. ഓക്കെ, സെയിം വേർഡ്സ്, നിയർലി സെയിം മീനിങ് ഉള്ള സെയിം വേർഡ്സിനെയാണ് നമ്മൾ സിനോണിയം എന്ന് പറയുന്നത്. അപ്പോ സിനോണിയം നമുക്ക് സ്റ്റഡി മെറ്റീരിയലിൽ കുറേ സിനോണിംസ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് സിനോണിംസ് തന്നിട്ടുണ്ട്. സിനോണിംസ് മൊത്തം പഠിക്കാൻ നിങ്ങൾ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജന്മം പോരാ. കാരണം അത്രയും സിനോണിയം നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽ എന്ത് തന്നിട്ടുണ്ടോ അത് മാത്രം നിങ്ങൾ നോക്കി വെക്കുക. ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സിനോണിയംസ് ഒക്കെ നോക്കുക. അതേപോലെ തന്നെ ആന്റോണിയംസ് ഉണ്ട്. ദിസ് ഈസ് ഓപ്പോസിറ്റ് വേർഡ്. ഓക്കെ, ഓപ്പോസിറ്റ് വേർഡാണ്, അതും സ്റ്റഡി മെറ്റീരിയലിലുള്ള ഓപ്പോസിറ്റ് വേർഡ്സ് മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും എനിക്ക് സിനോണിയം ആന്റോണിയംസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഇമ്പോർട്ടൻറ്റ് സിനോണിയം, ഇമ്പോർട്ടൻറ്റ് ആന്റോണിയംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഫാക്കൽറ്റീസ് ചില ക്ലാസ്സസിൽ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഇമ്പോർട്ടൻസും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഒരു ഭാഗ്യ പരീക്ഷണം പോലെ ഉണ്ടാവുള്ളൂ. വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന സിനോണിയംസും ആന്റോണിയംസും ഒക്കെ നല്ലോണം പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇവിടെ ഇത് തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ തന്നിരിക്കുന്നത് നല്ലോണം പഠിക്കുക. സെക്കൻഡ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CSET ഈ ബുള്ളറ്റിന്റെ അകത്ത് എന്തെങ്കിലും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അതിൽ നിന്ന് വന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, എഴുതുക, ചെയ്യുക, അത്ര കാര്യങ്ങൾ മാത്രം നോക്കുക. ദെൻ വൊക്കാബുലറിയിൽ അടുത്ത ഇമ്പോർട്ടന്റ് ഒരു സംഭവമാണ് ഹോമോഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഹോമോഫോണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് രണ്ട് വാക്കുകൾ ഒരേപോലെ തന്നെ അത് സൗണ്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സെൽ. ഓക്കെ, സെല്ല് CELL ഉണ്ട്, SCLL ഉണ്ട്. ഓക്കെ, സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോശം എന്നുള്ളതും ഉണ്ട്, വിൽപ്പന എന്നുള്ളതും, അതിന് രണ്ടിന് രണ്ട് സ്പെല്ലിംഗ് ആണ്. പക്ഷെ നമുക്ക് എന്താണ് ഒരേപോലെയാണ് നമുക്കത് സൗണ്ട് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇയർ, YEAR വർഷം എന്നുള്ളത്, EAR ചെവി എന്നുള്ളത്. സോ ദാറ്റ് ഈസ് എൻ ഹോമോഫോൺ ആക്ച്വലി. സോ ഒരേ സൗണ്ട് ആണ് ഇതിന് രണ്ടിനും. ഓക്കെ, അങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ ഹോമോഫോൺ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചില സമയത്ത് നമ്മൾ കമ്പനി സെക്രട്ടറി ആവുന്ന സമയത്ത് മിനിറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിറ്റ്സ് നമ്മൾ ബോർഡ് മീറ്റിംഗിൽ നമ്മൾ ഇരിക്കുമ്പോൾ എഴുതിക്കൊണ്ടാണ് ഇരിക്കുക. അപ്പൊ നമ്മൾ സ്പെല്ലിംഗ് എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചില വാക്കുകൾ അവിടെ ഹോമോഫോൺസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒന്നുകിൽ ഹോമോഫോൺസ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ നോക്കുക. അതിന് പകരം വേറെ വാക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഹോമോഫോൺ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യും. ഹോമോഫോൺ പോലെ തന്നെയാണ് ഹോമോണിംസ് എന്ന് പറയുന്നത്. ഹോമോണിമിന്റെ പ്രത്യേകത എന്താണ്, രണ്ടിനും ഒരേ സ്പെല്ലിംഗ് ആയിരിക്കും. ഓക്കെ, പക്ഷെ രണ്ടിനും എന്താണ് പറയാ, സ്പെല്ലിംഗ് ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷെ എന്താ സംഭവിക്കുക, അതിന് രണ്ടിന് രണ്ട് മീനിങ് ആയിരിക്കും. ഓക്കെ, ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്, ഷട്ടിൽ ബാറ്റ് ഉണ്ട്, പിന്നെ വവ്വാലും ഉണ്ട്. ഓക്കെ,
നോക്കി നോക്കൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോമോണിമും ഹോമോഫോണും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുമ്പോൾ വളരെ 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 കോഷ്യസ് ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. ബാക്കിയുള്ളവർ പല രീതിയിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹോമോണിം ആൻഡ് ഹോമോഫോൺ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈ സിംഗിൾ വേർഡ് ഫോർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഓക്കെ, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ആക്ച്വലി ദിസ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ്, എന്താ ഇപ്പൊ പറയാ, അതിന് നമുക്കൊരു സിനോണിയമിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഒരു വലിയ അർത്ഥം വരുന്ന ഒരു പ്ലസന്റ് സൗണ്ട് എന്ന് പറഞ്ഞ വാക്കിനാണെന്നുണ്ടെങ്കിൽ യൂഫോണി. ഓക്കെ, ദാറ്റ് ഇസ് എ സിംഗിൾ വേർഡ് ദാറ്റ് വിൽ റെപ്രസെന്റ് ദ എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് വേർഡ്. പ്ലസന്റ് സൗണ്ട്, ദാറ്റ് ഇസ് യൂഫണി. ഓക്കെ, അപ്പൊ അതുപോലെയുള്ള വേർഡിങ്സ് ആണ് നമ്മൾ സിംഗിൾ വേർഡ് ഫോർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പേഴ്സൺ ഹു ഈസ് ഡിസാറ്റിസ്ഫൈഡ് ആൻഡ് ഈസ് ഇൻക്ലൈൻഡ് ടു ദ റെബൽ. ഓക്കെ, ദാറ്റ് ഈസ് മാൽ കണ്ടന്റ്. അപ്പൊ ഇതും നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ വാക്കുകൾ ഉണ്ട്. പക്ഷെ നമുക്ക് എന്താ പറ്റുക, നമുക്ക് എല്ലാം ഒന്നും നമുക്ക് പഠിച്ച് ഓർത്തൊന്നും വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റഡി മെറ്റീരിയൽ തീം ഇത് മാത്രം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കുക. ബാക്കി നിങ്ങളുടെ ഒരു അക്കാഡമിക് പർപ്പസിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഇരിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തിങ്. ദെൻ ദ ലാസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് ബി വെരി കെയർഫുൾ ഇൻ വൊക്കാബുലറി ഈസ് അബ്രിവേഷൻസ്. ഓക്കെ, അബ്രിവേഷൻസ് ആക്ച്വലി എന്താണ്? ഇപ്പൊ നമ്മളെ PTO, പ്ലീസ് ടേൺ ഓവർ. ഓക്കെ, ഇത്രയും വലിയൊരു സെന്റൻസിനെ നമ്മൾ അബ്രിവേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ദ തിങ് ഈസ് ദാറ്റ് അബ്രിവേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്റ്റാൻഡേർഡ് അബ്രിവേഷൻസ് ഉണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് അബ്രിവേഷൻസ് ഉണ്ട്, പിന്നെ നമ്മുടേതായിട്ടുള്ള വക നമ്മൾ സ്വന്തം ഡെവലപ്പ് ചെയ്ത കുറെ അബ്രിവേഷൻസും നമുക്കുണ്ട്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പൊ PTO ഇസ് എ സ്റ്റാൻഡേർഡ് വേർഡ്, പ്ലീസ് ടേൺ ഓവർ. അല്ലെങ്കിൽ CS കമ്പനി സെക്രട്ടറി, CA ചാർട്ടേഡ് അക്കൗണ്ടന്റ്, CMA ക്വസ്റ്റ്യൻ മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. നമ്മൾ മാക്സിമം കമ്മ്യൂണിക്കേഷനിൽ അബ്രിവേഷൻസ് ഒഴിവാക്കാൻ വേണം നമ്മൾ ശ്രമിക്കാൻ. എന്താ അതിന്റെ റീസൺ? ബിക്കോസ് ഇപ്പൊ എല്ലാവർക്കും എല്ലാ അബ്രിവേഷൻസും വായിച്ചാൽ മനസ്സിലായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അതിനൊരു ഗ്ലോസറി ഒക്കെ കൊടുത്ത് നമ്മൾ അങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യേണ്ട, ഡീറ്റെയിൽ ചെയ്യേണ്ട ഒരു പ്രശ്നമൊക്കെ നമുക്ക് വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അബ്രിവേഷൻസ് ഒഴിവാക്കുക. ഇനി അബ്രിവേഷൻസ് യൂസ് ചെയ്താലും സ്റ്റാൻഡേർഡ് ആയിട്ട് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അബ്രിവേഷൻസ് നമ്മൾ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ വൊക്കാബുലറി പോർഷൻ. ഇനി നമുക്ക് ഉള്ളത് പാസേജ് കോംപ്രഹെൻഷൻ ആണ്. ഓക്കെ, പാസേജ് കോംപ്രഹെൻഷൻ. അപ്പൊ നമ്മൾ ഒരു ഒറ്റ വാക്കിൽ പാസേജ് കോംപ്രഹെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു പാസേജ് തരും, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു 5-6 ക്വസ്റ്റ്യൻസ് തരും. 5-6 ക്വസ്റ്റ്യൻസിൽ നമ്മൾ അതിനോടൊപ്പം കുറച്ച് ഓപ്ഷൻസും തരും, നമ്മൾ ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തിടുന്നു. ഇവിടെ ആക്ച്വലി എക്സാമിനർ നിങ്ങൾ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? പാസേജ് കോംപ്രഹെൻഷനിലൂടെ എക്സാമിനർ നിങ്ങൾ എന്ത് സ്കില്ലാണ് ആക്ച്വലി ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്? അവിടെ നിങ്ങളുടെ റീഡിങ് സ്കില്ലാണ് അയാൾ ടെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളെ അനാലിസിങ് പവർ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്താണോ ആ പാരഗ്രാഫിന്റെ അകത്ത് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്, മീൻ ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾക്ക് എത്രത്തോളം വായിച്ചാൽ മനസ്സിലാവും. യുവർ അണ്ടർസ്റ്റാൻഡിങ് കാപ്പബിലിറ്റി, യുവർ അനലിറ്റിക്കൽ കാപ്പബിലിറ്റി ആണ് ആക്ച്വലി നമ്മൾ പാസേജ് കോംപ്രഹെൻഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ വൊക്കാബുലറി സ്കിൽ, നിങ്ങൾക്ക് എത്രത്തോളം ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ട്, നിങ്ങളുടെ ഐഡിയാസ്, ഓക്കെ, ബാക്കിയുള്ളവർ കൺവേ ചെയ്യുന്ന ഐഡിയാസ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ റീഡിങ് സ്കിൽ എത്രത്തോളം ഉണ്ട്, റീഡിങ് സ്പീഡ് എത്രത്തോളം ഉണ്ട്, അതൊക്കെയാണ് ആക്ച്വലി നമ്മൾ എന്തിൽ ടെസ്റ്റ് ചെയ്യുന്നത്? പാസേജ് കോംപ്രഹെൻഷനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പാസേജ് കോംപ്രഹെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് വളരെ സ്പീഡായിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ വായിച്ചു നോക്കണം. ഫുൾ സ്റ്റോപ്പ്, കോമ, അതേപോലെ തന്നെ സെമി കോളനൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡറേഷൻ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അതെന്താണോ അവിടെ മീൻ ചെയ്യുന്നത് നിർത്തി ആ രീതിയിൽ വേണം വായിക്കാൻ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ പാസേജിന്റെ സെൻട്രൽ ഐഡിയ, അത് എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, എന്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിൽ നമ്മൾ കാര്യമായിട്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഡീറ്റെയിൽസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. പിന്നെ അതിന്റെ ലോജിക്കലി ഇരിക്കുന്ന സ്ട്രക്ചർ എങ്ങനെയുണ്ട്, എന്താ ഏതാന്നുള്ളത് ലോജിക്കലായിട്ടുള്ള സ്ട്രക്ചർ നോക്കുക, പാസേജിന്റെ ടോൺ നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു പാസേജ് ഉണ്ട്, അതെങ്ങനെ വായിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇന്ത്യ ലൂസസ് ഗ്രെയിൻ ക്രോപ്സ് worth crores of rupees every year because of pest. Okay,
ഫസ്റ്റ് ലൈൻ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ഇവിടെ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഇന്ത്യൻ അഗ്രികൾച്ചറൽ സിനാരിയോനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ പെസ്റ്റിന്റെ ഇമ്പാക്ട്, അതായത് കീടനാശിനികൾ, കീടങ്ങളെ ഇമ്പാക്ട് ആണ് നമുക്ക് അവിടെ മനസ്സിലാക്കുന്നത്. ഇൻഫാക്ട് the increased food production made possible by modern technology and agricultural research would become more evident if farmer is able to effectively combat the various pests and insects that destroy the crops. Okay, അപ്പൊ പെസ്റ്റിന്റെ ഇമ്പാക്ട് ഉണ്ട്, പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് ഇപ്പോഴത്തെ ഒരു ഡിമാൻഡ് വെച്ചിട്ട് ഫുഡ് പ്രൊഡക്ഷൻ, ഇപ്പോഴത്തെ ഒരു ഡിമാൻഡ് വെച്ചിട്ട് നമുക്ക് ഇൻക്രീസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മോഡേൺ ടെക്നോളജിയും അഗ്രികൾച്ചറൽ റിസർച്ച് ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം പ്രൊഡക്ഷനിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെസ്റ്റിനെയും ഇൻസെക്ട്സിനെയും കോമ്പാക്ട് ചെയ്യേണ്ടത് എന്താണ്, അതിനെതിരെ പോരാടേണ്ടത് അല്ലെങ്കിൽ അതിനെ നമ്മൾ തുരത്തേണ്ടത് ഓരോരോ ഫാമിന്റെയും ഒരു ലക്ഷ്യമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, while some of the crops are destroyed after harvesting, large quantity of grains is destroyed in the field. ഓക്കെ, കുറച്ചൊക്കെ നമ്മൾ ഹാർവെസ്റ്റിംഗിന് ശേഷമാണ് നഷ്ടപ്പെടുന്നതെങ്കിലും നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി ഫാമിൽ തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഓക്കെ, so through that Indian farmer today is better able to combat this destroyer of grains, for he made available to him better storing facilities for the harvested crop and modern chemical aid like insecticides which may spray the growing crops in this field. Okay, അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫാമർക്ക് എന്താ വേണ്ടത്, നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ആ വസ്തുക്കളൊന്നും നാശമായി പോവാതെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു വെയർഹൗസ് മാതിരി സ്റ്റോറേജും അതേപോലെ തന്നെ പ്രോപ്പർ ഇൻസെക്ടിസൈഡ്സും എന്തായാലും നിർബന്ധമായിട്ടും വേണ്ടതാണ്. ഓക്കെ, ബട്ട് വൺ ഹാസ് ടു റിമെമ്പർ ദാറ്റ് നോട്ട് ഓൾ ഇൻസെക്ട്സ് ആർ ഹാംഫുൾ. ഓക്കെ, നമ്മൾ എല്ലാ ഇൻസെക്ട്സും ഹാംഫുൾ അല്ല. കോമൺ എർത്ത് വേം, ഓക്കെ, കോമൺ എർത്ത് വേം, നമ്മുടെ മണ്ണിര അല്ലെങ്കിൽ മൺപുഴു എന്ന് പറയുന്ന സാധനം, ഓക്കെ, ഇറ്റ്സ് എ ഫ്രണ്ട് ഓഫ് മാൻ. അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, അത് നമ്മുടെ സോയിലിന്റെ സ്ട്രക്ചറിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Therefore, when a farmer sprays his field with a chemical that kills insects, he destroys his friends with his enemies. അപ്പോ ഇൻസെക്ടിസൈഡ്സ് തെളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എനിമീനെ, നമ്മൾ അവിടുത്തെ പെസ്റ്റുകളെ നമ്മൾ കൊല്ലുന്നതിനോട് കൂട്ടത്തിൽ തന്നെ നമ്മളെ ഫ്രണ്ട്സിനെയും നമ്മൾ ഇല്ലാതാക്കുന്ന പോലെയാണ്, മണ്ണിരേനെയും നമ്മൾ ഇല്ലാക്കുന്ന പോലെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പാരഗ്രാഫ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിന്റെ സെൻട്രൽ തീം നമ്മൾ മനസ്സിലാക്കണം. എന്താ ഇതിന്റെ സെൻട്രൽ തീം വരുന്നത് ഇവിടെ? ദ സെൻട്രൽ തീം ഈസ് ദാറ്റ് ഇന്ത്യൻ ഫാമറും അവരെ പെസ്റ്റിന്റെ യൂസേജും അതിന്റെ വാരിയസ് ഇമ്പാക്ട്സിനെയും കുറിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെൻട്രൽ തീം നമ്മൾ മനസ്സിലായി. അതിനുശേഷം നമ്മൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ നോക്കുക. ലാർജ് പാർട്ട് ഓഫ് ഇൻക്രീസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ ഈസ് ലോസ്റ്റ് ബിക്കോസ് ഓഫ്. ഓക്കെ, നമുക്ക് ഫുഡ് പ്രൊഡക്ഷന്റെ ലാർജർ പാർട്ട് നമുക്ക് എങ്ങനെയാണ് ലൂസ് ചെയ്യുന്നത്? lack of irrigation facility, inadequate rainfall, destruction caused by harmful insects, bad eating habits of the people. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാരഗ്രാഫ് വായിച്ചിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, നമുക്ക് ഹാർവെസ്റ്റിംഗിൽ കുറച്ച് നഷ്ടപ്പെടുന്നുണ്ട്, ഫീൽഡിൽ തന്നെ വെച്ചിട്ട് നമുക്ക് മേജർ പോർഷൻ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താണ്? പെസ്റ്റിന്റെ കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻ മനസ്സിലായി, ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ ഹാർംഫുൾ ഇൻസെക്ട്സ്. Function of insecticide is to protect the growing crop, nourish the growing crop, harvest, store. അപ്പൊ നമുക്ക് 3 ഓപ്ഷൻ നോക്കുക. എന്തായാലും ഇൻസെക്ടിസൈഡിനെ കൊണ്ട് ഗ്രോയിങ് ക്രോപ്പിന് എന്താ പറയാ, തഴച്ച് വളരാനൊന്നും സാധിക്കില്ല. അപ്പൊ നറിഷ് തെറ്റാണ്. ഓക്കെ, ഹാർവെസ്റ്റ് ദ ഗ്രോയിങ് ക്രോപ്പ്, ഒരിക്കലും ഹാർവെസ്റ്റ് ചെയ്യാൻ അത് സഹായിക്കുന്നില്ല. ഹാർവെസ്റ്റഡ് ക്രോപ്പിനെ സ്റ്റോർ ചെയ്യാനും സഹായിക്കുന്നില്ല. ഇറ്റ് ഓൺലി പ്രൊട്ടക്ട് ദ ഗ്രോയിങ് ക്രോപ്പ് ഫ്രം ഹാർംഫുൾ ഇൻസെക്ട്സ്. സോ ദ ഓപ്ഷൻ ഈസ് എ. Then ഇവിടെ നോക്കുക, when the farmer sprays his field with a chemical that kill insects. Okay, ഇൻസെക്ട്സിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? he spoil his growing crop. അല്ലല്ലോ, ഒരിക്കലും ഗ്രോയിങ് ക്രോപ്പ് അവിടെ സ്പോയിൽ ആവുന്നില്ല. he kill good as well as bad insects. നമ്മൾ പാരഗ്രാഫ് വായിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾ എർത്ത് വേമിനെയും കൂടിയിട്ട് നമ്മൾ കൊല്ലുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഓപ്ഷൻ, he kills good as well as bad insects. Then common earthworm എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഗ്രേറ്റർ ഡിസ്ട്രോയർ ഓഫ് ക്രോപ്പ്, ഒരിക്കലും അല്ല. റെഡ്യൂസസ് ദ ഗ്രെയിൻ ടു ഡസ്റ്റ്, അതുമല്ല. ബ്രേക്ക് അപ്പ് ദ ലീവ്സ് ഓൺ ദ ക്രോപ്പ്, മേക്സ് ദ സോയിൽ മോർ റിച്ച്, അവിടെ ഓക്സിഡേഷൻ പ്രോസസ് ഡെവലപ്പ് ചെയ്യുന്നു. നമുക്ക് പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാവും. ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് വിത്ത് ദ ഫാമർ, നീഡ് ഈസ്, എന്താണ് നീഡ്? എ സേഫ് പ്ലേസ് ഫോർ സ്റ്റോറേജ്. ഹാർവെസ്റ്റിംഗിന് ശേഷം അതല്ലേ ഓപ്ഷൻ ഉള്ളൂ, സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു ഇത് വേണം. അത് നമുക്ക് പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ വായിക്കുക. ഓക്കെ, വായിച്ചിട്ട് ആ പാരഗ്രാഫിന് നല്ലോണം മനസ്സിലാക്കിയതിനു ശേഷം നല്ല രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു.
സോ ദാറ്റ് ഈസ് അബൌട്ട് എ പാരഗ്രാഫ്. നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഒരു പാരഗ്രാഫിനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കി. ഓക്കെ, നെക്സ്റ്റ് ഈസ് പാരാജംബിൾ. പാരാജംബിളിൽ നമുക്ക് എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് തരും. ഓക്കെ, ഒരു പാരഗ്രാഫ് നമുക്ക് തന്നിട്ട് അതിന്റെ സെന്റൻസിനെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തരും. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാരഗ്രാഫിനെ മൊത്തത്തിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എല്ലാ സെന്റൻസും വായിച്ചു നോക്കുക. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് അത് എന്തിനെ കുറിച്ച് പറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം ആദ്യം. ഓക്കെ, അതിനുശേഷം ആ തന്നിരിക്കുന്ന സെന്റൻസസിനെ അല്ലെങ്കിൽ വേർഡിങ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പക്കയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യണം. ഓക്കെ, പക്കയായിട്ട് നമുക്ക് അതിനെ ഓർഡർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മൾ നല്ലൊരു ഗുഡ് റീഡർ ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഇത് കിട്ടുന്ന സമയത്ത് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തിങ്. പാരാജംബിൾസും എക്സാമിനേഷന് വരാറുണ്ട്. ദെൻ സെന്റൻസ് കറക്ഷൻ ഉണ്ട്. സെന്റൻസ് കറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഒരു 3-4 സെന്റൻസ് തരും. ഓക്കെ, 3-4 സെന്റൻസ് നമുക്ക് അതിൻ്റെ അകത്ത് തന്നിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എറർ ഉണ്ടാവും. മേ ബി ഒരു ഗ്രാമാറ്റിക്കൽ എറർ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു വേർഡിങ് ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, സോ പ്രധാനമായിട്ടും നമുക്ക് എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ആയിരിക്കും ആ സെന്റൻസസിൽ തന്നിട്ടുണ്ടാവുക. അപ്പൊ തന്നിരിക്കുന്ന 3-4 സെന്റൻസ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് എവിടെയാണ് എറർ ഉള്ളത് എന്നുള്ളത് നമ്മൾ സ്പോട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാനാണ് ഇതിൽ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സെന്റൻസ് കറക്ഷൻ. അപ്പോ വളരെ നന്നായിട്ട് കോംപ്രഹെൻഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമ്മറൈസ് ചെയ്യുന്നൊരു ഇതും കൂടിയുണ്ട്. ഓക്കെ, അത് CSET എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതുവരെ വന്നിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചു നോക്കിയിട്ട് അതിനെ സമ്മറൈസ് ചെയ്യാം. MCQ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സമ്മറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സമ്മറൈസ് എന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് എന്ത് ചെയ്യണം, ചുരുക്കി എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് വരില്ല. സോ പാരാജംബിൾസും സെന്റൻസ് കറക്ഷനും പാസേജും നിങ്ങൾ നോക്കണം. പാസേജ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ ബുള്ളറ്റിന്റെ അകത്ത് ഞാൻ 1-2 പാസേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റഡി മെറ്റീരിയലിന്റെ അകത്ത് 3-4 പാസേജസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ പാരാജംബിൾസും ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ട്, അതേപോലെ തന്നെ സെന്റൻസ് കറക്ഷനും ഉണ്ട്. നോക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവുക. എന്തായാലും നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ ഫസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് ഗ്രാമർ ആൻഡ് സംതിങ് റിലേറ്റഡ് ടു ഇംഗ്ലീഷ്. ഓക്കെ, ഗ്രാമറും ഇംഗ്ലീഷിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോർഷൻസ് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബിക്കോസ് ഈ ചാപ്റ്റേഴ്സ്, അതായത് നമ്മുടെ 4, 5, 6, 7 and 8, 4 ആണെന്ന് തോന്നുന്നു, 4 ആണോ 5 ആണെന്ന് എനിക്കറിയില്ല. സ്റ്റഡി മെറ്റീരിയലിന്റെ അകത്ത് ഈ ചാപ്റ്റേഴ്സ് 4 തന്നെയാണ്. 4, 5, 6, 7, 8 നമുക്ക് വളരെ റിലവന്റ് ആണ്. ബിക്കോസ് അതിൽ എന്തുകൊണ്ടാണ് അതിന്റെ റിലവൻസ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പേപ്പർ 4-ൽ നമുക്ക് ഈ ഭാഗത്ത് നിന്നുമാണ് പിന്നെയും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, വൈവ പോർഷനിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലായിട്ടും ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പോർഷൻസിൽ നിന്നുമായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് നോക്കണം. സോ നമുക്ക് ക്വിക്ക്ലി ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. സോ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്താണെന്നുള്ള അറിയാം. കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡായ കമ്മ്യൂണിസ് എന്ന വാക്കിൽ നിന്നാണ്. ഓക്കെ, സോ എന്താണ് കമ്മ്യൂണിസ്റ്റ് മീൻ ചെയ്യുന്നത്? ദാറ്റ് മീൻസ് ടു ഷെയർ. ഓക്കെ, ഷെയർ എന്നുള്ളതാണ് നമുക്ക് കമ്മ്യൂണിസ്റ്റ് എന്ന വാക്ക് കൊണ്ട് യൂസ് ചെയ്യുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഫർമേഷൻ ഈസ് ഇന്റർചേഞ്ച്ഡ്. ഓക്കെ, ഇൻഫർമേഷൻ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയും ഇൻഫർമേഷൻസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ, സൈൻസ്, ബിഹേവിയർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചർ എന്താണ്? ഇറ്റ്സ് എൻ 2-way പ്രോസസ് ആണ്. ഇറ്റ്സ് എ 2-way പ്രോസസ് ആണ്, ഓൺഗോയിങ് പ്രോസസ് ആണ്. അവിടെ ഒരിക്കലും നിൽക്കുന്നില്ല, അതിങ്ങനെ ഒരു ചെയിൻ ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. കൺസിസ്റ്റ് നോട്ട് ഓൺലി ഓഫ് ഫാക്ട് ആൻഡ് ഐഡിയ ബട്ട് ഇമോഷൻസ് ഓൾസോ. നമുക്ക് അവിടെ ഫാക്റ്റും ഐഡിയയും മാത്രമല്ല, നമുക്ക് ഒരുപാട് ഇമോഷൻസും കൂടിയിട്ട് ഇൻവോൾവ് ആണ്. ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്, ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ്. ഓക്കെ, അപ്പൊ നമുക്കവിടെ എന്താണ്, ഒരുപാട് സബ്ജക്ട് മാറ്റേഴ്സ് ഒക്കെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ അകത്ത് ഇൻവോൾവ് ആണ്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇസ് ടു ഡെവലപ്പ് എൻ ഐഡിയ. നമ്മളൊരു ആദ്യം ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഐഡിയ ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കണ്ടുപിടിക്കുക. അതിനുശേഷം അതിനെ എൻകോഡ് ചെയ്യുക. സ്യൂട്ടബിൾ വേർഡ്സ്, ക്യാരക്ടേഴ്സ് അതൊക്കെ കൊടുത്ത് അതിനൊരു ഗ്രാമർ ഫോമിലൊക്കെ ഒരു സെന്റൻസ് ഒക്കെ ചെയ്ത് വെക്കുക. അതിനുശേഷം അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? ഒരു ചാനൽ സെലക്ട് ചെയ്യണം നമ്മൾ.
ഓക്കെ, ഒരു പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റിസീവ് ചെയ്യുക. ഓക്കെ, ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ആർക്കാണോ നമ്മൾ റിസീവർ അതിനെ റിസീവ് ചെയ്യും, അതിനെ അയാൾ ഡീകോഡ് ചെയ്യും, അയാളുടെ ഭാഷയിലേക്ക് അല്ലെങ്കിൽ അയാൾക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് തന്നെ ഡീകോഡ് ചെയ്യും. അതിനുശേഷം അയാൾ ഫീഡ്ബാക്ക് തരും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് വിൽ വർക്ക് ഔട്ട്. സോ ഫസ്റ്റ് ഈസ് സെൻഡർ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യും, അതിനുശേഷം അതിനെ എൻകോഡ് ചെയ്യും. ഓക്കെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് ഫിഗേഴ്സ് ഒക്കെ കൊടുത്ത് അതിനെ എൻകോഡ് ചെയ്യും. അതിനുശേഷം ഒരു ചാനലിലൂടെ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ റിസീവർ അതിനെ റിസീവ് ചെയ്യുന്നു, അയാൾ അതിനെ ഡീകോഡ് ചെയ്യുന്നു, ഒരു ഫീഡ്ബാക്ക് തരുന്നു. സോ ദിസ് ഈസ് ഹൗ ദ കമ്മ്യൂണിക്കേഷൻ വിൽ ടേക്ക് പ്ലേസ്. ഓക്കെ, ദിസ് ഈസ് ഹൗ ദ കമ്മ്യൂണിക്കേഷൻ വിൽ ടേക്ക് പ്ലേസ്. കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 C's ആണ്. ഓക്കെ, 7 C's ആർ ഇൻവോൾവ് ഇൻ ദ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് ഈസ് ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ, കംപ്ലീറ്റ്നെസ് ഓഫ് ഇൻഫർമേഷൻ. എക്സ്പ്രഷൻ, ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരിക്കണം, അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ കട്ടായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കണം. പിന്നെ ഇൻഫർമേഷൻ എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് വേണം കൊടുക്കാൻ. ഓക്കെ, മെസ്സേജ് എപ്പോഴും നമ്മൾ കൺസൈസ് ആയിരിക്കണം, വളരെ ചെറുതായി ചുരുങ്ങിയ രൂപത്തിലായിരിക്കണം നമ്മൾ മെസ്സേജ് കൊടുക്കാൻ. ദെൻ പ്രസന്റേഷൻ ചെയ്യുമ്പോഴും നമ്മൾ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ ചെയ്യണം, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അത് നമ്മൾ വളരെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ദെൻ കേർട്സി ടുവാർഡ്സ് റെസിപ്പിയന്റിനെ നമ്മൾ മസ്റ്റ് ആയിട്ടും കൺസിഡർ ചെയ്യണം. ഇംഗ്ലീഷ് അറിയാത്ത ഒരാളെടുത്ത് ഒരു ഇംഗ്ലീഷ് ലെറ്റർ അയച്ചാൽ എന്താ കാര്യമുള്ളത്? സോ കേർട്സി റിസീവറിന് എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സക്സസ്ഫുൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഇസ് എൻ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്പനി ഉണ്ട്, കമ്പനിയിൽ ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ അകത്ത് മാത്രം ഇൻവോൾവ് ആയിട്ടുള്ളത്, ഒരു ടീം വർക്ക് ആയിട്ട് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഒരു ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒഫീഷ്യൽ ഓർ അൺഒഫീഷ്യൽ ആവാം. ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എപ്പോഴും ഫോർമൽ തന്നെ ഇൻവോൾവ് ചെയ്യാം. ദെൻ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്താണ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ? നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ ആണ്, അവർ പുറത്തിരിക്കുന്ന അവരൊരു വെണ്ടർ ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എൻ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. സോ ദീസ് ആർ ദ 2 types ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി കമ്മ്യൂണിക്കേഷൻ ഫ്ലോ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? സോ അതിനെയും നമുക്ക് കുറച്ച് ഡിഫറെന്റ് വെറൈറ്റീസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡൗൺവേർഡ് ഫ്ലോ. ഓക്കെ, ഡൗൺവേർഡ് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എപ്പോഴും ബോസിന്റെ അടുത്ത് നിന്നും സബോർഡിനേറ്റ്സിലേക്ക് മാത്രം കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡൗൺവേർഡ് ഫ്ലോ. ഓക്കെ, ഒരു ടോപ്പ് ലെവൽ സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്ക് മാത്രം കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഡൗൺവേർഡ് ഫ്ലോ. അപ്വേർഡ് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് എ ന്യൂ ജനറേഷനിലുള്ള ഒരു ഇതാണ് നമുക്ക് അപ്വേർഡ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്വേർഡ് ഫ്ലോയിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ആൻഡ് സബോർഡിനേറ്റ് വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ടോപ്പ് ലെവൽ. ഓക്കെ, സബോർഡിനേറ്റ് ടോപ്പ് ലെവലിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബിക്കം അപ്വേർഡ് ഫ്ലോ. ദെൻ ഡയഗണൽ ഫ്ലോ ഉണ്ട്, ഹൊറിസോണ്ടൽ ഫ്ലോ ഉണ്ട്. ഓക്കെ, ഡയഗണൽ ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷനിൽ, ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റായി മറ്റൊരു ലൈൻ ഓഫ് അതോറിറ്റി ആയിട്ട്, അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് മേ ബി മാനേജർ മാർക്കറ്റിംഗിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ഡയഗണൽ ഫ്ലോ. ഓക്കെ, ദെൻ ഹൊറിസോണ്ടൽ ഫ്ലോ ഉണ്ട്. ഹൊറിസോണ്ടൽ ഫ്ലോ ആകുമ്പോഴും മൾട്ടി ഡിസിപ്ലിനറി ആണ്, മൾട്ടി ഡിപ്പാർട്ട്മെന്റൽ ആണ്. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണ്, അസിസ്റ്റന്റ് മാനേജർ മാർക്കറ്റിംഗ് വിൽ ടോക്ക് വിത്ത് അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ്, സെയിം ലെവൽ, സെയിം സ്റ്റാറ്റസ് ഇൻ ദ ഹൈറാർക്കി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ. ഓക്കെ, ഇത് ഓർത്തു വെക്കാൻ, ഡയഗണലും ഹൊറിസോണ്ടലും എനിക്കറിയാം നിങ്ങൾക്ക് മാറിപ്പോകുന്നുള്ളത്. ഇത് ഓർത്തു വെക്കാൻ ചെറിയൊരു ടിപ്പ് ഉണ്ട്. ഹൊറിസോണ്ടലിന്റെ എച്ച് എങ്ങനെയായിരിക്കുന്നത്, 2 സ്റ്റാൻഡിങ് ലൈൻ, അതിന്റെ നടുക്കൊരു കണക്ഷൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ എച്ച് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2 വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിൽ ഒരേ ലെവലിലുള്ളവരുള്ള കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ ആ എച്ച് ആകൃതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയും സെയിം സ്റ്റാറ്റസിലുള്ള ആളുകളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ, 2 ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ദീസ് ആർ ദ വേരിയസ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ.
Okay, this is the various communication flow. ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ മീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്താ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ഓഫ് വേർഡ്സ്. ഓക്കെ, നമ്മൾ വേർഡ് സെന്റൻസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഓവർ ആൻഡ് അബവ് ദ വേർഡ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഗസ്റ്റേഴ്സ്, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ടാറ്റ കാണിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ തംസപ്പ് കാണിക്കുന്നത്, ദാറ്റ് എവറിഥിങ് ഈസ് നമുക്ക് നോൺ വെർബൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഹിയർ ദ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ഗസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ വേർഡ്സ് ആൻഡ്. സോ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ഇത് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഇതാണ് ജൊഹാരി വിൻഡോ. നിങ്ങൾ ഒറിജിനൽ ക്ലാസ്സിൽ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ജൊഹാരി വിൻഡോന്റെ ഈ 4 കോളംസിന്റെ പേര് ഓർത്തു വെക്കണം. ഓക്കെ, എല്ലാ തവണയും ഒരു ക്വസ്റ്റ്യൻ അതിന്റെ അകത്തുനിന്ന് നമുക്ക് വരാറുണ്ട്. സോ ജൊഹാരി വിൻഡോ ആക്ച്വലി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ഇന്ററാക്ഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ, നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഹ്യൂമൻ ഇന്ററാക്ഷന്റെ റോള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജൊഹാരി വിൻഡോ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ദർ ആർ സം ട്രേറ്റ്സ്. ഓക്കെ, നമുക്ക് ചില ട്രേറ്റ്സുകൾ ഉണ്ടാവും ദാറ്റ് ഈസ് നോൺ ടു സെൽഫ്, നമുക്കും അറിയാം മറ്റുള്ളവർക്കും അറിയാം. അങ്ങനെയുള്ള ട്രേറ്റ്സിന് നമ്മൾ അരീന എന്നും പറയും. Then there are some traits which is known to self and that is known to others. Okay, not known to others. ഇവിടെ താഴെയും കൂടി ശ്രദ്ധിക്കണം, നോട്ട് നോൺ ആണ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതിൽ ടെക്സ്റ്റിൽ. സോ ദാറ്റ് ഈസ് നോട്ട് നോൺ ടു അതേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫെക്കേറ്റ്. ആൻഡ് ദർ ആർ സം തിങ്സ് ദാറ്റ് ഈസ് നോട്ട് നോൺ ടു സെൽഫ്, നമുക്കറിയില്ല പക്ഷെ നമുക്ക് ബാക്കിയുള്ളവർക്ക് നമുക്ക് അതിനെ കുറിച്ച് അറിയും, ദാറ്റ് ഈസ് ബ്ലൈൻഡ് സ്പോട്ട്. ആൻഡ് ദർ ആർ സം തിങ്സ് ദാറ്റ് ഈസ് നോട്ട് നോൺ ടു സെൽഫ് ആൻഡ് നോട്ട് നോൺ ടു അതേഴ്സ്. സം ക്യാരക്ടറിസ്റ്റിക്സ്, സം അഡ്ജക്റ്റീവ്സ് നമുക്ക് നമ്മളെ കുറിച്ച് അറിയാത്തത്, ദാറ്റ് ഈസ് അൺനോൺ. ഈ പേരുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടാവണം. ഐ ഹോപ്പ് ദാറ്റ് ഇൻ ദ മെയിൻ ക്ലാസ് നിങ്ങൾ ജൊഹാരി വിൻഡോനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോരാ. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഐ ആം അസ്യൂമിങ് ദാറ്റ് യു നോ അബൌട്ട് ജൊഹാരി വിൻഡോ. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഈ അരേനയും ബ്ലൈൻഡ് സ്പോട്ടും ഫെക്കേഡും അൺനോണും ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ഓറൽ കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ആൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഫേഷ്യൽ എക്സ്പ്രഷൻ, ഗസ്റ്റേഴ്സ്, മൂവ്മെന്റ്, ഐ കോൺടാക്ട്, നോഡിങ് ദ ഹെഡ്, തലകുലുക്കുക, ഫിസിക്കൽ അപ്പിയറൻസസ്, കൈകൊണ്ട് നമ്മൾ എന്തൊക്കെയോ കാണിക്കുന്നത്. സോ ദാറ്റ് എവറിഥിങ് ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സോ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഏത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? ഫസ്റ്റ് തിങ് ഈസ് ഓർഗനൈസേഷന്റെ സൈസും അതിന്റെ പോളിസിയും. ഓക്കെ, ഓർഗനൈസേഷൻ സൈസ് ആൻഡ് പോളിസി. സെക്കൻഡ് തിങ് ഈസ് ദ കോസ്റ്റ് ഫാക്ടർ ഇൻവോൾവ് ഇൻ ദാറ്റ്. ഓക്കെ, എത്ര കോസ്റ്റ് ആണ് അതിന്റെ അത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, എത്രത്തോളം കോസ്റ്റ്ലി ആണ് കമ്മ്യൂണിക്കേഷൻ, അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വി ചൂസ് ദ കമ്മ്യൂണിക്കേഷൻ. ദെൻ നാച്ചർ ഓഫ് മെസ്സേജ്. ഓക്കെ, അത് കോൺഫിഡൻഷ്യൽ ആണോ, അർജന്റ് ആണോ? ഓക്കെ, കോൺഫിഡൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഇറ്റ് മസ്റ്റ് ബി ഇൻ എ കോൺഫിഡൻഷ്യൽ മാനർ. വെറുതെ നമ്മളിങ്ങനെ വിളിച്ചു പറഞ്ഞു ചെയ്യുന്ന രീതിയിലാവാൻ പാടില്ല. ഡിസ്റ്റൻസ് ഇൻവോൾവ്, ഈ സീറ്റിൽ നിന്നും തൊട്ടപ്പുറത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അയാൾക്ക് നമ്മൾ അവിടെ ഒരു ഫോണിന്റെ ആവശ്യമില്ല, ഇവിടുന്ന് പറഞ്ഞാൽ അവർക്ക് അവരവിടെ കേൾക്കാൻ വേണ്ടി പറ്റും. പക്ഷെ റിട്ടേൺ ആയിട്ട് തെളിവ് വേണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടുന്ന് അടുത്തിരിക്കുന്നതാണെങ്കിൽ നമ്മൾ മെയിൽ വിടണം, എന്നാലേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, then resources. Okay, resources available to both the sender and receiver. So these are the considerations with regard to choice of means and modes of communication. Okay, then there are some mediums of digital communication. So നമുക്കറിയാം ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് അറിയാം. യൂസ് ഓഫ് ടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് മീഡിയം, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ മീഡിയം എന്തൊക്കെയാണ്? ഫസ്റ്റ് ഈസ് ഇലക്ട്രോണിക് മെയിൽ. ഓക്കെ, ഇലക്ട്രോണിക് മെയിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയുന്നത്. ദെൻ ഇൻസ്റ്റന്റ് മെസ്സേജിങ്, അതിനെക്കുറിച്ചും ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമ്മുടെ വാട്സാപ്പ്, ദാറ്റ് ഈസ് എൻ IM ആക്ച്വലി. ഓക്കെ, റിയൽ ടൈം ആയിട്ട് നമുക്ക് വളരെ ക്വിക്കായിട്ട് ഓൺലൈൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻസ്റ്റന്റ് മെസ്സേജിങ്. ദെൻ മൊബൈൽ ഫോൺസ്, പേഴ്സണലൈസ്ഡ് ഡിജിറ്റൽ അസിസ്റ്റൻസ്. ഓക്കെ, ഡിജിറ്റൽ അസിസ്റ്റൻസ്, ഇപ്പൊ നമുക്ക് നമ്മുടെ ടാബ്ലറ്റ്, ഓക്കെ, ടാബ്ലറ്റ് ഒക്കെ നമുക്ക് PDAs ആണ്, ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടർ ഡിവൈസസ് ആണ്. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് IMs യൂസ് ചെയ്യാം, മൊബൈൽ
നമുക്ക് മൊബൈൽ ഫോണിന്റെ പർപ്പസ് ഒക്കെ ഇതിലൂടെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഫോറംസ് ഓർ ന്യൂസ് ഗ്രൂപ്പ്സ്, നമുക്കറിയാം ഒരുപാട് ഫോറംസ് ഉണ്ട്. CA ക്ലബ് ഇന്ത്യ, അവിടെ നമ്മൾ CA റിലേറ്റഡ് ആയിട്ടുള്ളത്, CS ക്ലബ് ഇന്ത്യ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ CS റിലേറ്റഡ്, അപ്പൊ അവിടെ ഒരു പബ്ലിക് ഫോറം ആണ്, ന്യൂസ് ഗ്രൂപ്പ് ആണ്, അവിടെ നമ്മൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ബ്ലോഗേഴ്സ്, ഓക്കെ, നമുക്ക് ഒരുപാട് ബ്ലോഗുകൾ ഉണ്ട്. ദാറ്റ് ഇസ് ലൈക്ക് എ വെബ്സൈറ്റ് ദാറ്റ് വിൽ പ്രൊവൈഡ് എ ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് our various things, that is blog. So these are the various medium of digital communication. Okay, അത് നിങ്ങൾ നോക്കി വെക്കണം, വായിച്ചു വെക്കണം, ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്. ഞാനിവിടെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ഒന്നും ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ തിയറി, അതിന്റെ ഡീറ്റെയിൽഡ് തിയറീസും സംഭവങ്ങളൊക്കെ തന്നെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പബ്ലിക് ക്ലാസ്, അതായത് നിങ്ങളെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ റിവിഷൻ നോട്ടിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് കണ്ട് പിക്ചറൈസ് ചെയ്ത് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, വെർട്ടിക്കൽ നെറ്റ്വർക്കിൽ എന്താ സംഭവിക്കുക? സൂപ്പർവൈസറും സബോർഡിനേറ്റും കൂടി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് വെർട്ടിക്കൽ നെറ്റ്വർക്ക്. അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും, ഒരു സബോർഡിനേറ്റ്. സൂപ്പർവൈസർ എന്ന് വെച്ചാൽ ഒരു ടോപ്പ് അതോറിറ്റി എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, സുപ്പീരിയർ സബോർഡിനേറ്റ്, ഓക്കെ, സുപ്പീരിയർ എന്ന് വിചാരിച്ചാൽ മതി. സുപ്പീരിയർ സബോർഡിനേറ്റ് ഇൻവേർഡ് ഔട്ട്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോൺ ആസ് വെർട്ടിക്കൽ നെറ്റ്വർക്ക്. സെക്കൻഡ് ഈ സർക്യൂട്ട് നെറ്റ്വർക്ക് ഉണ്ട്. അവിടെ എന്താ സംഭവിക്കുക? ഒരാൾ വേറൊരാൾക്ക് മെസ്സേജ് അയക്കുന്നു, അയാൾ അതിനുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വിൽ വർക്ക് ഔട്ട്. ഇതൊരു സർക്കുലർ നാച്ചുറൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ വെർട്ടിക്കലില് സുപ്പീരിയർ സബോർഡിനേറ്റിന് എന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? സബോർഡിനേറ്റും സുപ്പീരിയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് സർക്കുലറിൽ നമ്മൾ ഒരു സർക്കുലർ പാറ്റേണിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് ചെയിൻ നെറ്റ്വർക്ക്. ഇവിടെ ഒരു സുപ്പീരിയർ ഉണ്ടാവും. ഓക്കെ, അയാളെ കീഴിൽ ചിലപ്പോൾ 2 or 3 സബോർഡിനേറ്റ്സ് ഉണ്ടാവും. ഈ സബോർഡിനേറ്റ്സിനൊക്കെ അവരെ കീഴിൽ പിന്നെയും സബോർഡിനേറ്റ്സ് ഉണ്ടാവും. പക്ഷെ ഒരിക്കലും എന്താ സംഭവിക്കുക? സുപ്പീരിയർ മാത്രമായിരിക്കും സബോർഡിനേറ്റിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നേരെ തിരിച്ചുള്ള സബോർഡിനേറ്റ് ടു സുപ്പീരിയർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് ചെയിൻ നെറ്റ്വർക്ക്. വീൽ നെറ്റ്വർക്കിൽ ഒരു സെൻട്രൽ സുപ്പീരിയർ ഉണ്ടാവും, അവര് ഒരുപാട് സിംഗിൾ നോഡ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആൻഡ് സ്റ്റാർ നെറ്റ്വർക്ക് ഈസ് നോൺ ആസ് ഹൈബ്രിഡ്. ഓക്കെ, ഇവിടെ എല്ലാ സിംഗിൾ നോഡ്സും സിംഗിൾ പേഴ്സൺസും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒക്കെ തമ്മിൽ ഹൈബ്രിഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ നോൺ ആസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്. ഓക്കെ, ദീസ് ഈസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. So that is all about the communication topic that you should keep in mind with regard to CSET. ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സ്കിൽ, ദാറ്റ് ഈസ് ലിസണിങ് സ്കിൽ. എന്താണ് ലിസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി എന്താണ് ഹിയറിംഗും ലിസണിങ്ങും കൂടി തമ്മിലുള്ള ഡിഫറൻസ്? ശരിക്കും ഹിയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വോളണ്ടറി പ്രോസസ് ആണ്. നിങ്ങൾക്ക് ചെവി പൊത്തി വെച്ചാലും നിങ്ങൾക്ക് നല്ല കേൾവിശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിന്റെ ചെറിയൊരു ശുശ്രൂഷ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ശബ്ദം കേൾക്കും, അല്ലെ? ജസ്റ്റ് നമ്മൾ ശബ്ദം കേൾക്കുന്നതിനെയാണ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ബട്ട് ലിസണിങ് ഈസ് ഡിഫറെന്റ് ഫ്രം ഹിയറിംഗ്. ഓക്കെ, ഹിയറിംഗ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം എഫക്റ്റീവ് ലിസണിങ്. ആക്ച്വലി ലിസണിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഒരു ലാംഗ്വേജിലത്തെ സൗണ്ട് നമ്മൾ അനലൈസ് ചെയ്ത് അതിന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു കാര്യത്തിന് ശ്രദ്ധിക്കുകയും, ഓക്കെ, അതിന് നമ്മൾ മനസ്സിന്റെ അകത്ത് പ്രോസസ്സ് ചെയ്യുകയും, വി ഡു സംതിങ്, ദാറ്റ് ഈസ് നോൺ ആസ് എഫക്റ്റീവ് ലിസണിങ്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് എഫക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. ഹിയറിംഗ് ഈസ് സംതിങ് ഡിഫറെന്റ്. ഹിയറിംഗ് അവിടെ എന്താ ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ ജസ്റ്റ് കാഷ്വലി കേൾക്കുന്നതിനെയാണ് ഹിയറിംഗ് എന്ന് പറയുക. സോ ഹിയറിംഗ് ആൻഡ് ലിസണിങ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഓക്കെ, സോ എഫക്റ്റീവ് ലിസണിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർഡ്സ് വളരെ പക്കയായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലിട്ട് പ്രോസസ് ചെയ്ത് നമ്മൾ ഒരു മീനിങ്ങിലേക്ക് എത്തിക്കുകയാണ്. ദാറ്റ് ഈസ് നോൺ ആസ് എഫക്റ്റീവ് ലിസണിങ്. ഓക്കെ, ദാറ്റ് ഈസ് എഫക്റ്റീവ് ലിസണിങ്. ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലിസണിങ്? എന്താണ് പർപ്പസ് ഓഫ് ലിസണിങ് എന്ന് പറയുന്നത്? It is specifically focused on message being communicated, avoiding distraction and preconceptions. Okay, അപ്പോൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ഫോക്കസ് നമുക്ക് തരുന്നു, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി തരുന്നു. അതേപോലെ തന്നെ സ്പീക്കറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് നമുക്ക് പക്കയായിട്ട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് തരുന്നു. നമുക്ക് ക്രിട്ടിക്കലി നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇൻട്രസ്റ്റ് നമുക്ക് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. സ്പീക്കറിന്റെ അടുത്ത് ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പിന്നെ ഒരു എൻകറേജ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ സ്പീക്കർ എന്ത് സംസാരിക്കുന്നു അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് നമ്മൾ എഫക്റ്റീവ് ലിസണിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്.
ഓക്കെ, സോ നമ്മൾ ആ ബേസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിസണിങ്ങിനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് ടൈപ്പ് ഈസ് ഡിസ്ക്രിമിനേറ്റീവ് ലിസണിങ്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഡിസ്ക്രിമിനേറ്റീവ് ലിസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദിസ് ഈസ് ദ മോസ്റ്റ് ബേസിക് ടൈപ്പ് ഓഫ് ലിസണിങ്. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സൗണ്ടിലുള്ള നമ്മുടെ എന്താ പറയാ, നമ്മുടെ വ്യത്യാസം വെച്ചിട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരാള് നമ്മളോട് ഇപ്പൊ പറയുകയാണ് ഒന്ന് പോടാ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കത് മനസ്സിലായി, അവൻ തമാശക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു. ഓക്കെ, പക്ഷെ പെട്ടെന്ന് ഒരാൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു, അയാൾ ഒരു അപരിചിതനാണ്, അയാൾ നിങ്ങളോട് പറഞ്ഞ എന്താ സംഭവിക്കുക? രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന വാക്കൊന്ന് തന്നെയാണ്, ഒന്ന് പോടാന്ന് തന്നെയാണ്. പക്ഷെ അവിടെ നമ്മളവിടെ ടോണാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഓക്കെ, നമ്മളെ ടോണാണ് നമ്മൾ അവിടെ ആക്ച്വലി ശ്രദ്ധിച്ചത്. സോ നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ നമ്മളെ ശബ്ദം അനുസരിച്ചിട്ട് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നമ്മൾ ലിസൺ ചെയ്യുകയാണ്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്ക്രിമിനേറ്റീവ് ലിസണിങ്. നെക്സ്റ്റ് ഈസ് കോംപ്രഹെൻഷൻ ലിസണിങ്. അതിനെയാണ് നമ്മൾ കണ്ടന്റ് ലിസണിങ്, ഇൻഫോർമേറ്റീവ് ലിസണിങ്, ഫുൾ ലിസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, കോംപ്രഹെൻഷൻ ലിസണിങ്ങിനെ നമ്മൾ കണ്ടന്റ് ലിസണിങ്, ഇൻഫോർമേറ്റീവ് ലിസണിങ്, ഫുൾ ലിസണിങ് എന്നും കൂടിയിട്ട് പറയും. എന്തുകൊണ്ടാണത്? നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ലിസൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ. ഓക്കെ, എന്ത് പറയുന്നു? ഇപ്പൊ നമ്മൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുകയാണ്, ടീച്ചർ എന്ത് പറഞ്ഞു എന്നുള്ളതിനെ നമ്മൾ മുഴുവനായിട്ടും നമ്മൾ ലിസൺ ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് കണ്ടന്റ് ലിസണിങ്, ഇൻഫോർമേറ്റീവ് ലിസണിങ് ആൻഡ് ഫുൾ ലിസണിങ്. ഓക്കെ, അതിൽ ക്രിട്ടിക്കൽ ലിസണിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് ക്രിട്ടിക്കൽ ലിസണിങ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിനെ വളരെയധികം ക്രിയാത്മകമായിട്ട് നമ്മൾ ലിസൺ ചെയ്യുകയാണ്. അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ വെരിഫൈ ചെയ്യുകയാണ് ക്രിട്ടിക്കൽ ലിസണിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ലിസണിങ്. ബയാസ്ഡ് ലിസണിങ്, എനിക്ക് എന്ത് വേണമോ അത് മാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ, ഓൺ ദ ബേസിസ് ഓഫ് വാരിയസ് അസംഷൻ. ആ ടീച്ചർ ക്ലാസ് കൊള്ളില്ല, അതുകൊണ്ട് തന്നെ മേ ബി അയാൾ നല്ലോണം പഠിപ്പിച്ചാലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കില്ല. അങ്ങനെയുള്ള ലിസണിങ്ങിനെ നമ്മൾ ബയാസ്ഡ് ലിസണിങ് എന്ന് പറയും. ഇവാലുവേറ്റീവ് ലിസണിങ്. എന്താണ് ഇവാലുവേറ്റീവ് ലിസണിങ്? ഫുൾ ആയിട്ട് ലിസൺ ചെയ്ത് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലിട്ട് പ്രോസസ്സ് ചെയ്ത് നമ്മൾ ആക്ച്വലി അതിനൊരു ഇവാലുവേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അയാൾ പറഞ്ഞ കാര്യം ഇത്രത്തോളം ശരിയാണ്, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് ഇവാലുവേറ്റീവ് ലിസണിങ്. ദെൻ നമുക്ക് അപ്രീഷിയേറ്റീവ് ലിസണിങ് ഉണ്ട്. ഓക്കെ, അപ്രീഷിയേറ്റീവ് ലിസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാട്ട് കേട്ടു. ഓക്കെ, ആ പാട്ട് കേട്ടപ്പോൾ നമുക്ക് വെരി ഗുഡ് മ്യൂസിക് എന്ന് നമുക്ക് തോന്നി. സോ ദാറ്റ് ഈസ് നമ്മൾ കേട്ടിട്ട് ആ ഒരു കാര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. നല്ലൊരു ടോക്ക്. ഓക്കെ, അതിനെ നമ്മൾ അപ്രീഷിയേറ്റ്, നല്ലൊരു ക്ലാസ്, സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എൻ അപ്രീഷിയേറ്റീവ് ലിസണിങ്. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ലിസൺ ചെയ്തിട്ട്. സോ ലിസണിങ് ഫോർ ദ പർപ്പസ് ഓഫ് അപ്രീസിയേഷൻ ഓർ നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് അപ്രീഷിയേറ്റീവ് ലിസണിങ്. സിമ്പത്തറ്റിക് ലിസണിങ്. ഓക്കെ, സോ ബാക്കിയുള്ളവരെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ കേൾക്കുന്ന ഒരു മദർ തെരേസ, ഷീ ഈസ് എ സിമ്പത്തറ്റിവ് ലിസണർ. ഓക്കെ, സോ ദാറ്റ് ഈസ് സിമ്പത്തറ്റിക് ലിസണിങ്. എംപത്തറ്റിക് ലിസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ബാക്കിയുള്ളവർക്ക് ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ലിസൺ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എംപത്തറ്റിക് ലിസണിങ്. ദെൻ തെറാപ്യൂട്ടിക് ലിസണിങ്. എന്താണ് തെറാപ്യൂട്ടിക് ലിസണിങ് എന്ന് പറയുന്നത്? നമ്മൾ അവിടെ എംപതൈസ് മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ തന്നെ നമ്മൾ അയാളിൽ മാറ്റം വരുത്താൻ നമ്മൾ ട്രൈ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഡയലോഗിക് ഉണ്ട്, നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡയലോഗിക്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിസണിങ്, ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ലിസണിങ്. ആൻഡ് സെലക്റ്റീവ് ലിസണിങ്, നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് as ബയാസ്ഡ് ലിസണിങ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിസണിങ്. ഇത്ര എണ്ണം ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ലിസണർ ആയിട്ട് വേണം നമ്മൾ മാറാൻ. ഓക്കെ, ആക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ലിസണർ ആയിട്ട് വേണം നമ്മൾ മാറാൻ. ആക്റ്റീവ് ലിസണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരുന്ന ഈസ് ഓർ ഹി ഈസ് ഓൾസോ ആൻ ആക്റ്റീവ് ലിസണർ. ഓക്കെ, പക്ഷെ അവിടെ നമ്മൾ എഫക്റ്റീവ് ലിസണിങ് ആണ് നമുക്ക് കുറച്ചും കൂടി വേണ്ടത്. ആക്റ്റീവ്നെസ്സിനെക്കാട്ടിലും കുറച്ചും കൂടി ഹയർ പോയിന്റിലാണ് എഫക്റ്റീവ്നെസ് ഇരിക്കുന്നത്. ബിക്കോസ് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ആ ഒരു കാര്യത്തെ കുറിച്ച് നോക്കുകയാണ് എഫക്റ്റീവ് ലിസണിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിസണിങ്. അതിന്റെ ബേസിസിൽ നമുക്ക് ലിസണേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആക്റ്റീവ് ലിസണർ, പാസീവ് ലിസണർ, നോൺ ലിസണർ, മാർജിനൽ ലിസണർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ നമുക്ക് ആക്റ്റീവ് ലിസണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ആക്ച്വലി ആക്റ്റീവ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ വൃത്തിക്ക് കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒരാൾ ഒരു ടോക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ്, ഇപ്പൊ നിങ്ങൾ 3 പേരുണ്ട്, യു ആർ ആക്റ്റീവ് ലിസണേഴ്സ് ആക്ച്വലി. ഓക്കെ, നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ആക്റ്റീവ് ലിസണർ. പാസീവ് ലിസണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ആക്റ്റീവ് ലിസണറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവരിങ്ങനെ വന്നിരിക്കും, പക്ഷെ ശ്രദ്ധയോട് കൂടിയിട്ടൊന്നും നമ്മൾ അതിലേക്ക് ഇരിക്കില്ല. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, പക്ഷെ ശ്രദ്ധിച്ചൊന്നിരിക്കാതെ. ദാറ്റ് ഈസ് പാസീവ് ലിസണർ. ആൻഡ് നോൺ ലിസണർ,
ബാക്ക് ബെഞ്ചേഴ്സ് എന്നൊക്കെ പറയും ക്ലാസ്സിൽ. നമ്മൾ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിലിരുന്ന് ക്ലാസ് ഒരു ഭാഗത്തേക്ക് പോവും, അവരെ പരിപാടികൾ വേറൊരു രീതിയിലേക്ക് പോകും. ദേ ആർ നോൺ ആസ് നോൺ ലിസണേഴ്സ്. ദെൻ മാർജിനൽ ലിസണേഴ്സ്. മാർജിനൽ ലിസണേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ കേൾക്കും. ഓക്കെ, അവിടെ ഇവിടെയൊക്കെ നമ്മൾ കേൾക്കും, പക്ഷെ നമ്മൾ കാര്യമായിട്ട് എന്താവില്ല, ഒരു കാര്യമായിട്ട് വേണ്ട രീതിയിലേക്കൊന്നും അതിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല. ദേ ആർ നോൺ ആസ് മാർജിനൽ ലിസണേഴ്സ്. ആൻഡ് മോസ്റ്റ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആൻഡ് റിക്വേർഡ് ലിസണർ ഇസ് ഇവാലുവേറ്റീവ് ലിസണർ. നമ്മൾ ഒരു കാര്യം കേട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എമ്പതി അല്ല നമ്മൾ ഷോ ചെയ്യേണ്ടത്, നമ്മളത് വളരെ ഇവാലുവേഷനോട് കൂടിയിട്ട് നമ്മൾ ആ ലിസൺ ചെയ്യുകയും നമ്മുടെ യൂസിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ലിസണറിനെയാണ് ഇവാലുവേറ്റീവ് ലിസണർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിസണേഴ്സ്. ദെൻ ദെർ ആർ സം ബാരിയേഴ്സ് ടു ആക്റ്റീവ് ലിസണർ. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ആൻഡ് ദെർ ആർ സം പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് ലിസണിങ്. അതും നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന സംഭവമേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് മകം ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് റിഫ്രഷ് ചെയ്ത് വെക്കുക. ഓക്കെ, ലിസണിങ് സ്കില്ല് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു കുറച്ച് ടിപ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷൻ നോക്കി, നമ്മുടെ ലിസണിങ് നമ്മൾ നോക്കി. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ റൈറ്റിംഗ് സ്കില്ലിലേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആസ് എൻ ഓവറോൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ എങ്ങനെ ലിസൺ ചെയ്യണം, അല്ലെങ്കിൽ ലിസണിങ്ങിന്റെ ഇമ്പോർട്ടന്റ് നമ്മൾ നോക്കി. നമ്മൾ ഇനി കറസ്പോണ്ടൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് റൈറ്റിംഗ് സ്കിൽ. ഓക്കെ, അപ്പൊ നമുക്കറിയാം, ബീങ് എ കമ്പനി സെക്രട്ടറി, നമ്മളൊരു പ്രൊഫഷണൽസ് ഹു ആർ ഇൻ ദ ഫീൽഡ് ഓഫ് ഡ്രാഫ്റ്റിംഗ്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഡ്രാഫ്റ്റിംഗ് നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്കത് എത്രത്തോളം നമുക്ക് ഒരു നല്ല രീതിയിലേക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കറസ്പോണ്ടൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ കോമൺ ആയിട്ടും നമ്മൾ ഒരുപാട് ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു ബേസിക്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഇനി ആർക്കെങ്കിലും ലെറ്റർ റൈറ്റിംഗ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ യു മസ്റ്റ് സ്റ്റഡി ഇറ്റ്. ഓക്കെ, അപ്പൊ ആ എങ്ങനെ ഒരു ലെറ്റർ നമുക്ക് എഴുതാം എന്നുള്ളതിന്റെ സ്റ്റെപ്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ബിസിനസ് ലെറ്റർ ആകുമ്പോൾ അത് ലെറ്റർ ഹെഡിൽ വേണം ചെയ്യാൻ. ഓക്കെ, ലെറ്റർ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു എ കമ്പനി. ഓക്കെ, കമ്പനി ഓർ എ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പൊ അതിന്റെ ലോഗോ വേണം, ടാഗ് ലൈൻ വേണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്, കോർപ്പറേറ്റ് ഓഫീസ് ഒക്കെ വേണം, സിൻ നമ്പർ വേണം, കോൺടാക്ട് നമ്പർ വേണം, ഇമെയിൽ അഡ്രസ് വേണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, ഒരു ലെറ്റർ ഹെഡ് പൂർണ്ണമാവുള്ളൂ. ഓക്കെ, നമ്മൾ ലെറ്റർ ഹെഡിൽ വേണം നമ്മൾ അത് കൊടുക്കാൻ. ദെൻ ദർ ഷുഡ് ബി എ റെഫറൻസ് നമ്പർ. ഓക്കെ, അവിടെ നമുക്കൊരു റെഫറൻസ് നമ്പർ വേണം. ലെറ്ററിന് റെഫറൻസ് നമ്പർ കൊടുക്കണം. കാരണം ആ റെഫറൻസ് നമ്പർ ആണ് ആ ലെറ്ററിന്റെ യുണീക്ക് ഐഡന്റിറ്റി. പിന്നെയുള്ള ലെറ്റേഴ്സിലൊക്കെ നമ്മൾ ഈ ലെറ്ററിന്റെ റെഫറൻസ് നമ്പർ ആണ് കൊടുക്കുക. ദെൻ ഡേറ്റ് വേണം. ഓക്കെ, ഡേറ്റ് നമുക്ക് വേണം, എന്നാണോ അയക്കുന്നത് അത്. ദെൻ സ്പെഷ്യൽ മാർക്കിംഗ് വേണം, അർജന്റ്, ത്രൂ എയർമെയിൽ എന്നൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ സ്പെഷ്യൽ മാർക്കിംഗ്. ഇൻസൈഡ് അഡ്രസ് വേണം. ഓക്കെ, ടു അഡ്രസ് ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത്. ദെൻ അറ്റൻഷൻ ലൈൻ വേണം, ഡിയർ സർ, സർ. ഓക്കെ, അല്ല നമ്മൾ സബ്ജക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. ദെൻ നമുക്ക് സാല്യൂട്ടേഷൻ വേണം, സാർ അല്ലെങ്കിൽ ഡിയർ മാഡം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ദെൻ സബ്ജക്ട് ഹെഡിങ് വേണം. മെയിൻ ബോഡി, അവിടെയാണ് നമ്മൾ ലെറ്റർ എന്താണെന്നുള്ളത് മെയിൻ ഇത് കൊടുക്കുന്നത്. കോംപ്ലിമെന്ററി ക്ലോസ്, താങ്കിങ് യു, എല്ലാം കഴിഞ്ഞതിന് ശേഷം താങ്കിങ് യു കൊടുക്കുന്നു, സിഗ്നേച്ചർ ഇടുന്നു, എന്തൊക്കെ ഇൻക്ലോഷേഴ്സ് ആണ് അതിലുള്ളത്, എന്തൊക്കെ അനക്ഷേഴ്സ് ആയിട്ട് അതിൽ വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു വെരി ഗുഡ് ബിസിനസ് ലെറ്റർ ആയിട്ട് നമുക്ക് മാറുന്നത്. ഓക്കെ, ബിസിനസ് ലെറ്ററിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഫോർമൽ ബിസിനസ് ലെറ്റർ ഉണ്ട്, ഇൻഫോർമൽ ബിസിനസ് ലെറ്റർ ഉണ്ട്. എന്തെങ്കിലും നമുക്ക് ലീഗലി വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സംതിങ് റിലേറ്റഡ് ബിസിനസ് ഡീൽ, അല്ലെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ, ഇതൊക്കെ ഒരു ഫോർമൽ ബിസിനസ് ലെറ്റർ ആണ്. ദർ ആർ സം ഇൻഫോർമൽ ബിസിനസ് ലെറ്റർ. നമ്മൾ ന്യൂ ഇയറിന് ഒരു ഗ്രീറ്റിംഗ് അയച്ചു. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ അവരെ ഒരു ക്ഷേമാന്വേഷണങ്ങളൊക്കെ നൽകി. ഒരു കാഷ്വൽ ടോൺ ആയിരിക്കും ഇൻഫോർമൽ ലെറ്ററിൽ ഉണ്ടാവുക. ലെറ്ററിന് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റൈൽസ് ഉണ്ട് ലെറ്റർ ചെയ്യുമ്പോൾ. ബ്ലോക്ക്ഡ് സ്റ്റൈലും ഉണ്ട്, സെമി ബ്ലോക്ക്ഡ് ഫോർമാറ്റും ഉണ്ട്. ഓക്കെ, ബ്ലോക്ക്ഡ് ഫോർമാറ്റും ഉണ്ട്, സെമി ബ്ലോക്ക്ഡ് ഫോർമാറ്റും ഉണ്ട്. അപ്പൊ ബ്ലോക്ക്ഡ് ഫോർമാറ്റിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്ററിന്റെ ലേ ഔട്ട്, ഡേറ്റ് ഓഫ് ലെറ്റർ, റെഫറൻസ്, സബ്ജക്ട്, സാല്യൂട്ടേഷൻ, പാരഗ്രാഫ്, കൺക്ലൂഷൻ, സിഗ്നേച്ചർ, ഓക്കെ, എല്ലാം നമ്മൾ ലെഫ്റ്റ് മാർജിനിലേക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ കോമാസ് യൂസ് ചെയ്യാറില്ല. ഇൻസൈഡ് അഡ്രസ്സിലും സാല്യൂട്ടേഷൻ, കോംപ്ലിമെന്ററി ക്ലോസിലൊന്നും തന്നെ നമ്മൾ കോമാസ് യൂസ് ചെയ്യാറില്ല ബ്ലോക്ക്ഡ് ഫോർമാറ്റിൽ. ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണം, കാരണം വരും. കോമാസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യാത്തത് എന്നുള്ളത് നമ്മൾ നോക്കി വെക്കണം. ദെൻ സെമി ബ്ലോക്ക്ഡ് ഫോർമാറ്റിൽ
ലേഔട്ട് ഓഫ് ദ ലെറ്റർ, ഡേറ്റ് ഓഫ് ലെറ്റർ, കൺക്ലൂഷൻ, സിഗ്നേച്ചർ ഇതൊക്കെ തന്നെ റൈറ്റ് സൈഡിലേക്കായിരിക്കും അലൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സബ്ജക്ട് നമ്മൾ സെൻട്രലി അലൈൻഡ് ആയിരിക്കും. പിന്നെ പാരഗ്രാഫ് ഓഫ് ബോഡി ഓഫ് ലെറ്റർ നമ്മൾ സ്ലൈറ്റ് ഇൻഡന്റ് ആയിട്ടായിരിക്കും ഓരോ പാരഗ്രാഫും കുറച്ച് ആ ലൈൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അത് തുടങ്ങുകയൊക്കെ തന്നെ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സെമി ബ്ലോക്ക്ഡ് ഫോർമാറ്റ്. ഈ രണ്ട് ഫോർമാറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലെറ്റർ ഒക്കെ എഴുതി കാണിക്കുകയും അതിന്റെ ഒരു പിന്നെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിളും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബിസിനസ് ലെറ്റർ. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് വേണ്ടത്? കംപ്ലീറ്റ്നെസ്, ക്ലാരിറ്റി, സിംപ്ലിസിറ്റി, അക്യുറസി, ബ്രിവിറ്റി, സിൻസിയറിറ്റി, കോഡ്സി ആൻഡ് സ്റ്റൈൽ. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബിസിനസ് ലെറ്റർ. ബിസിനസ് ലെറ്റർ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ബിസിനസ് ലെറ്റർ. നെക്സ്റ്റ് ഈസ് ബിസിനസ് റിപ്പോർട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ബിസിനസ്സിൽ നമുക്ക് ലെറ്ററിനെക്കാട്ടും കൂടുതലായിട്ട് ബിസിനസ് റിപ്പോർട്ട്സ് ഉണ്ടാവും. ഓക്കെ, എന്താണ് ഈ ബിസിനസ് റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇന്റേണൽ ഡോക്യുമെന്റ് ആണ്. മാനേജ്മെന്റിന് നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു പഠനം, എന്തെങ്കിലും നമുക്ക് തന്നിരിക്കുന്ന ഒരു ടാസ്കിന്റെ റിപ്പോർട്ട്. ഓക്കെ, സോ യൂഷ്വലി എംപ്ലോയി സൂപ്പർവൈസർക്ക് കൊടുക്കും, അല്ലെങ്കിൽ സുപ്പീരിയറിന് കൊടുക്കും, സുപ്പീരിയർ എക്സിക്യൂട്ടീവിന് കൊടുക്കും, എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യും, അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിലേക്ക് വേണ്ട രീതിയിലേക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് ദർ ആർ ബിസിനസ് റിപ്പോർട്ടുകൾ നമ്മൾ എഴുതുമ്പോൾ അതിന് 4 പാർട്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാവുക. എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ടാവും, ബോഡി, കീ ഫൈൻഡിങ്, കൺക്ലൂഷൻ. എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഠനത്തിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലിനെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എക്സിക്യൂട്ടീവ് സമ്മറി. ദെൻ ബോഡി ഈസ് ദെയർ. ഓക്കെ, നമുക്ക് ബോഡി, നമ്മൾ ആ ലെറ്ററിന്റെ ബോഡിനെയാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. അതിൻ്റെ അത് അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ ബോഡി, അതിൻ്റെ അത് നമ്മൾ നമ്മൾ കാര്യമായിട്ട് നമ്മൾ എന്തൊക്കെയാണോ എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ സംഭവങ്ങളൊക്കെ വരും. കീ ഫൈൻഡിങ്സ് വരും, നമ്മുടെ സ്റ്റഡീന്റെ കീ ഫൈൻഡിങ്സ് വരും. ദെൻ അവർ കൺക്ലൂഷൻ വിൽ ഫോളോ ദാറ്റ്. സോ there are 4 elements of a business report: executive summary, body, key finding and conclusion. Okay, ഇനി നമുക്ക് കുറച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. കാരണം എല്ലാ തവണയും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ ഭാഗത്തു നിന്നും വരാറുണ്ട്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന വാരിയസ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സോ ഫസ്റ്റ് കൈൻഡ് ഈസ് മെമ്മോ. ഓക്കെ, മെമ്മോ എന്ന് പറയുന്നത് നോർമലി ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ബട്ട് നമ്മളെ ബിസിനസ് യൂസിൽ അല്ലെങ്കിൽ നമ്മളെ ഒരു കമ്പനീന്റെ അകത്ത്, ഓർഗനൈസേഷന്റെ അകത്ത് യൂസ് ചെയ്യുന്നതിൽ മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ഒരു വളരെ കൺവീനിയന്റ് ആയിട്ട് ഒരു ഫ്ലെക്സിബിൾ റോള് വഹിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒന്നല്ല മെമ്മോ എന്ന് പറയുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റ് വേറൊരു ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് മെമ്മോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഓഫീസ് സർക്കുലർ. ഓഫീസ് സർക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഫർമേഷൻ എല്ലാവരുമായിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാനുണ്ടെങ്കിൽ വി വിൽ ഹാവ് എൻ ഓഫീസ് സർക്കുലർ. സോ ഓഫീസ് ഓർഡർ ഉണ്ട്. ഓഫീസ് ഓർഡർ ഈസ് സംതിങ് ഡിഫറെന്റ്. ഓക്കെ, നമ്മുടെ എംപ്ലോയീസിന്റെ റൈറ്റ്സിനെയും പ്രിവിലേജസിനെയും ബാധിക്കുന്ന എന്ത് കാര്യത്തിനെയും നമ്മൾ ഓഫീസ് ഓർഡർ എന്ന് നമ്മൾ പറയും. ഓക്കെ, ദാറ്റ് ഈസ് ഓഫീസ് ഓർഡർ. ദെൻ നെക്സ്റ്റ് ഈസ് ഓഫീസ് നോട്ട്. ഓക്കെ, 2 ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മീൻസ് ആണ് ഓഫീസ് നോട്ട് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 4 ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ 4 ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ് യൂസ്ഡ് ഇൻ ഇമ്പോർട്ടന്റ് 4 ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ് യൂസ്ഡ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇൻ ആൻ ഡിപ്പാർട്ട്മെന്റൽ ആൻഡ് ഇൻട്രാ ഡിപ്പാർട്ട്മെന്റൽ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. നമ്മൾ വൺസ് ഒരു എംപ്ലോയ്മെന്റിലേക്ക് കയറി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ 50 to 60% നമ്മൾ MIS നമ്മൾ ഇൻവോൾവ് ആയിരിക്കും. എന്താണ് MIS ആക്ച്വലി? MIS എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് ഡേ ടു ഡേ അഫയേഴ്സിലൊന്നും നമുക്ക് കൂടുതലായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്. ഓക്കെ, അപ്പോ അവർക്കൊരു ഇൻഫർമേഷൻ സിസ്റ്റം വേണം. ആ മാനേജ്മെന്റിന്, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം വേണം. അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എല്ലാ മാസം അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടറിലും നമ്മൾ എന്ത് ചെയ്യും, MIS റിപ്പോർട്ടുകൾ നമ്മൾ ടോപ്പിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് വിൽ പ്രൊവൈഡ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദ ബിസിനസ് ടു ദ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഓക്കെ, സോ ഇവിടെ മാനേജ്മെന്റിന് നമുക്ക് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ്
ഓപ്പറേഷണൽ ലെവൽ അല്ലെങ്കിൽ സൂപ്പർവൈസറി ഫസ്റ്റ് ലൈൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിന് നമുക്ക് വീണ്ടും സ്ട്രാറ്റജിക് പ്ലാനിങ്, ടാക്ടിക്കൽ പ്ലാനിങ്, ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. മിഡിൽ ലെവൽ വിൽ ഇൻവോൾവ് ഇൻ ടാക്ടിക്കൽ പ്ലാനിങ് ആൻഡ് ലോവർ ലെവൽ വിൽ ഇൻവോൾവ് ഇൻ ഓപ്പറേഷണൽ പ്ലാനിങ്. അപ്പോ ഈ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ ആക്ച്വലി ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങൾ ഉണ്ടാക്കുക. അവര് എക്സ്റ്റേണൽ ഇൻഫർമേഷൻ, അതായത് നമ്മുടെ ബിസിനസിന് പുറമേയുള്ള മാർക്കറ്റിന്റേതോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റും കൺസിഡർ ചെയ്യുക, ഓർഗനൈസേഷന്റെ അകത്തിരിക്കുന്ന എൻവയോൺമെന്റും കൺസിഡർ ചെയ്ത് ഇനി നമ്മൾ എങ്ങനെയാണ് മുന്നിലേക്ക് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കും. സോ ദാറ്റ് ഈസ് ടോപ്പ് ലെവൽ. ആൻഡ് അറ്റ് ദ സെക്കൻഡ് ലെവൽ ഇറ്റ് ഈസ് ടാക്ടിക്കൽ ലെവൽ. ടാക്ടിക്കൽ ലെവൽ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ എക്സിക്യൂട്ട് ചെയ്ത പ്ലാനിന്, പറഞ്ഞിരിക്കുന്ന പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യുക മാത്രമാണ് ടാക്ടിക്കൽ ലെവൽ ചെയ്യുന്നത്. ഓക്കെ, ദ ഓപ്പറേഷണൽ ലെവൽ അവരതിനെ ഇത് ചെയ്യുകയും ചെയ്യും, ഓപ്പറേഷണലൈസ് ചെയ്യും. സോ ദിസ് ഈസ് അബൌട്ട് MIS ആൻഡ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ദേ യൂസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. ഇനി നമുക്ക് വി നോ ദാറ്റ് ദിസ് ഈസ് ദ ഇറ ഓഫ് ഇ കറസ്പോണ്ടൻസ്. ഇലക്ട്രോണിക് മീൻസ് 21st century ഈസ് മീൻ ഫോർ ഇലക്ട്രോണിക് ഇറ. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് ഇറ ആയപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കറസ്പോണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി യൂസ് ദ ടെക്നോളജി, ഇലക്ട്രോണിക് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇ കറസ്പോണ്ടൻസ്. സോ അവിടെ നമ്മൾ വേൾഡ് വൈഡ് വെബ്, യു നോ അബൌട്ട് ഇന്റർനെറ്റ് ആൻഡ് എവരിതിങ്. സോ വേൾഡ് വൈഡ് വെബ്, സിംപ്ലി അതിനെ വെബ് എന്ന് നമ്മൾ പറയും. ഇറ്റ് ഇസ് ദ വേ ഓഫ് ആക്സസിങ് ഇൻഫർമേഷൻ ഓവർ ദ മീഡിയം ഓഫ് ഇന്റർനെറ്റ്. അപ്പൊ നമുക്കറിയാം ഇന്റർനെറ്റിൽ ഇരിക്കുന്ന റിസോഴ്സസ് ആക്സസ് ചെയ്യുന്ന ഒരു മെത്തഡോളജിനെയാണ് നമ്മൾ WWW എന്ന് പറയുന്നത്. ദാറ്റ് യൂസസ് ദ HTTP പ്രോട്ടോകോൾ ടു ട്രാൻസ്മിറ്റ് ഡാറ്റ. ഇവിടെ നിങ്ങൾ ഈ ശ്രദ്ധിക്കണം, ഈ ചാപ്റ്ററിന്റെ അകത്ത് കുറച്ച് ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ടെക്നിക്കൽ പോയിന്റ്സ് ഒക്കെ തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കി വെക്കണം. എന്ത് പ്രോട്ടോകോൾ ആണ് WWW വേൾഡ് വൈഡ് വെബ് യൂസ് ചെയ്യുന്നത്, എന്താണ് ആക്ച്വലി WWW ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, so web browser is the software application that will be used to find, retrieve and display information. Okay, web browser ആണ് നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മളെടുത്ത് വെബ് ബ്രൗസർ ആണ് നമ്മളെ WWW ആക്സസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, then ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ആൻഡ് യൂസ്ഡ് ഫോർ മെനി ആപ്ലിക്കേഷൻ. ഒരുപാട് നോളേജ് ഉള്ള ഒരു ഡാറ്റാ ബേസിനെയാണ് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് തിങ്സ് യു ഷുഡ് നോ. ആൻഡ് ഈ കറസ്പോണ്ടൻസ് ഈസ് നത്തിങ് ബട്ട് വി യൂസ് ഇലക്ട്രോണിക് ഡിവൈസസ് ഫോർ ദ പർപ്പസ് ഓഫ് കറസ്പോണ്ടൻസസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഇമെയിൽ അഡ്രസ്സിലൂടെ നമ്മൾ ആക്സസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈ കറസ്പോണ്ടൻസ്. അപ്പൊ നമ്മൾ ടെലിഫോൺ, നമ്മൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിലൂടെ നമ്മൾ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇമെയിൽ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇമെയിലിന്റെ ഫീച്ചർ? ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇമെയിലിന്റെ കുറച്ച് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, വലിയൊരു പാരഗ്രാഫ് നമ്മളെ മെറ്റീരിയലിൽ തന്നിട്ടുണ്ട്. ആ ഹിസ്റ്ററി നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇമെയിലിന്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി മെറ്റീരിയൽ ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയി. അപ്പൊ ഞാനത് വേറെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹിസ്റ്ററിയും അതേപോലെ തന്നെ ഈ മെറ്റീരിയലും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ അത് നോക്കിയാൽ മതി. ഓക്കെ, സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? ഇറ്റ് ഇസ് ത്രൂ ഇലക്ട്രോണിക്. ഓക്കെ, നമ്മൾ ഇലക്ട്രോണിക് ട്രാൻസ്മിഷൻ ആണ് അവിടെ നടക്കുന്നത്. HTML പ്രോട്ടോകോൾ യൂസ് ചെയ്തുകൊണ്ട്, HTML ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ആക്ച്വലി നമുക്ക് ട്രാൻസ്മിഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ റിയൽ ടൈം ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇമെയിൽ. പിന്നെ ഇലക്ട്രോണിക് മെയിൽ സിസ്റ്റം, ഓരോ ഓർഗനൈസേഷന്റെ അകത്തും EMS ഉണ്ട്. എന്താണ് ഇലക്ട്രോണിക് മെയിൽ സിസ്റ്റം? അവരെ കമ്മ്യൂണിക്കേഷൻ നീഡ്സിന് വേണ്ടിയിട്ട് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തഡോളജിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയുന്നത്. എന്താ ഇലക്ട്രോണിക് മെയിൽ സിസ്റ്റത്തിലൂടെ ആക്ച്വലി ചെയ്യപ്പെടുന്നത്? അവിടെ അവർക്കായിട്ട് തന്നെ ഒരു ഇമെയിൽ പോർട്ടൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അവർ സ്പേസ് മേടിച്ച് അതിലൂടെ ചെയ്യും. പിന്നെ അത് മാത്രമല്ല എല്ലാ കമ്പ്യൂട്ടറും കൂടി കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു കോമൺ ചാറ്റ് ബോക്സ് വെക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇലക്ട്രോണിക് മെയിൽ സിസ്റ്റം. സോ വി ഷുഡ് ഹാവ് സം ഇമെയിൽ എറ്റിക്യൂട്ട്. എന്തൊക്കെയാണ് ഇമെയിൽ എറ്റിക്യൂട്ട്? മൈൻഡ് യുവർ മാനേഴ്സ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇമെയിൽ അയക്കാൻ. ബിക്കോസ് ഇറ്റ് ഇസ് എ റിട്ടൺ പ്രൂഫ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അഡ്രസ് പീപ്പിൾ യു ഡോണ്ട് നോ. ഓക്കെ, നമ്മൾ അറിയാത്ത ആളുകൾ മിസ്റ്റർ, മിസീസ് ഓർ ഡോക്ടർ ആയിട്ട് വേണം, ഡോക്ടർ ഓർ സംവൺ ബൈ ഫസ്റ്റ് നെയിം ഓൺലി. നമ്മൾ ആ ഒരു ഇതിൽ വേണം ഇത് ചെയ്യാൻ.
നമ്മളെ ടോൺ എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ടോൺ വേണം നമ്മൾ യൂസ് ചെയ്യാൻ, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സോ ദീസ് ആർ സം ഇമെയിൽ എറ്റിക്വറ്റ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻട്രാനെറ്റ്. എന്താ ഇൻട്രാനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഓഫ് പ്രൈവറ്റ്ലി ഇരിക്കുന്ന ഒരു ഇന്റർനെറ്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ഇന്റർനെറ്റ്. ദാറ്റ് ഈസ് ഇന്റേണൽ നെറ്റ്വർക്ക് ഈസ് നോൺ ആസ് ഇൻട്രാനെറ്റ്. ഒരു ഓർഗനൈസേഷന്റെ അകത്ത്, ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇൻട്രാനെറ്റ്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അവർക്ക് അവരുടേതായ ഇൻട്രാനെറ്റ് ഉണ്ട്. ആ ഇന്റർനെറ്റിലൂടെയാണ് അവർ എല്ലാ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സും ചെയ്യുന്നത്. ആ ഇന്റർനെറ്റിന്റെ ഉള്ളിൽ അവർക്ക് എന്തുണ്ട്, മെയിൽ ബോക്സ് ഉണ്ട്, ചാറ്റ് ബോക്സ് ഉണ്ട്, എവറിത്തിങ് ഈസ് ദെയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻട്രാനെറ്റ്. ദെൻ പർപ്പസ് ഓഫ് ഇന്റർനെറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ക്വിക്ലി ആക്കാനും, അത് മാത്രമല്ല അവർ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും പുറത്തു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇൻട്രാനെറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഇൻട്രാനെറ്റ് എന്തൊക്കെയാ? വർക്ക് ഫോഴ്സ് പ്രൊഡക്ടിവിറ്റി, എംപ്ലോയീസിന്റെ പ്രൊഡക്റ്റീവ് ടൈം കൂടും. ബിക്കോസ് അവരെ ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും, ഫാസ്റ്റർ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ദാറ്റ് ഈസ് ദ തിങ്. ദെൻ ടൈം, ലെസർ ടൈം മതിയാവും, ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധിക്കും, വെബ് പബ്ലിഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും, അതേപോലെ തന്നെ കൊളാബറേഷൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും, ഒരു കോമൺ കോർപ്പറേറ്റ് കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻട്രാനെറ്റ്. പിന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഇമെയിലിന്റെ ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് വേറെ തന്നെ അയച്ചു തരാം. ജസ്റ്റ് വായിച്ച് പഠിച്ചാൽ മതി. ആരാണ് ഇമെയിൽ ഡെവലപ്പ് ചെയ്തത്, എന്ത് പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നത്, SMTP. ഓക്കെ, അതൊക്കെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഉണ്ട്, ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങളത് നോക്കിയിട്ട് പഠിക്കാം. ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്, കോമൺ ബിസിനസ് ടെർമിനോളജീസ് എന്ന് പറഞ്ഞിട്ട്, ചാപ്റ്റർ 8. അതൊരു 10-20 പേജുള്ള ഇതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് നമുക്ക് എല്ലാം ഒന്നും മഗബ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് മാത്രമല്ല ക്ലാസ്സിന്റെ അകത്ത് നമുക്ക് എല്ലാം കൂടി ഒന്നും നമുക്ക് ഇൻവോൾവ് ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല. നമുക്ക് അതിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീക്ക് വളരെ കാഷ്വൽ ആയിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്തിട്ടിരിക്കുമ്പോൾ നിങ്ങൾ അത് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ഇതിലേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു എഫേർട്ട്, മൈ സ്മോൾ എഫേർട്ട്, ദാറ്റ് ഈസ് എന്താ പറയാ, ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ക്ലാസ് തരണം എന്നുള്ള എൻ്റെ ഒരു ചെറിയൊരു എഫേർട്ട് സക്സസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അതിനെ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായി എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ